നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദ യങ്ങസ്റ്റ് എവർ പ്രസിഡന്റ് ഓഫ് ദുബായ് KCC, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കുടുംബനാഥൻ, ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട മിസ്റ്റർ തുഷാർ ജോസ് കണിയാമ്പറമ്പിൽ. KCC UAE-യുടെ സമുന്നതമായ പല പദവികളും അലങ്കരിച്ച് ഇന്ന് അതിന്റെ തലപ്പത്തെത്തി നിൽക്കുന്ന നമ്മുടെ KCC UAE ചെയർമാൻ മിസ്റ്റർ ജോർജ് തോമസ് നെടുന്തുരുത്തിയിൽ. 33 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള KCC ദുബായിലെ സെക്രട്ടറി പദവി അലങ്കരിക്കുന്ന ശ്രീ സാന്നിധ്യം The Young and Energetic Secretary Mrs. കുഞ്ഞുമോൾ ജോസഫ്. ആരെങ്കിലും അണിയറയിലും ഒരുപോലെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഫസ്റ്റ് എവർ KCWA UAE പ്രസിഡന്റ് മിസ്സിസ് LV മരിയ ഇമാനുവൽ. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തന്റെ സംഘടനാ പാഠവും തെളിയിച്ച് KCWA ദുബായിയുടെ പ്രസിഡന്റ് മിസ്സിസ് രേഷ്മ ജെയിംസ് നടുവത്തറ. KCC ദുബായിയുടെ യുവത്വത്തിന്റെ മുഖം KCYL പ്രസിഡന്റ് മിസ്റ്റർ ജോർജ് കുട്ടി പുളിയപ്പുള്ളിൽ. KCC ദുബായിയുടെ പോഷക സംഘടനയായ KCSL ദുബായിയുടെ പ്രസിഡന്റ് ദ വൈബ്രന്റ് മാസ്റ്റർ മാത്യു ജോബി വള്ളിനായൽ. പ്രാർത്ഥനാ ഗാനത്തിനായി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം ടിയോണ, എലീന ആൻഡ് ദിയ മേരി ജോബി. എന്റെ പാദമുന്നു നീ നയിക്കിലത്രയും, എന്റെ മാർഗദീപമേ എനിക്കു തൃപ്തിയായി നീ നയിക്കുക. സാദരം വിഭൂ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക. നന്മയാലെന്നു തുടങ്ങുന്നു, നന്നായി വരണമേന്ന് ഉത്തമനായ തിരുവള്ളം ഉന്മയെഴുന്നൾക്കവേണം. കന്തീശനായ എഴുന്നള്ളി വന്നിട്ട് കർപ്പൂര പന്തലകമേ കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആലാഹനായനും അൻപൻ മിശിഹായും കൂടെ തുണയ്ക്കായി വന്ന്. സ്വാഗത പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു KCC ദുബായ് സെക്രട്ടറി മിസ്സിസ് കുഞ്ഞുമോൾ ജോസഫ്. വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്കൊരു തിരുവോണ ദിവസം തന്നെ ഓണം ആഘോഷിക്കാൻ സാധിക്കാറുള്ളൂ. കാരണം മിക്കവാറും ഓണം നമ്മൾ ആഘോഷിക്കുന്നത് തിരുവോണം വർക്കിംഗ് ഡേയ്സിലാണ് വരാറുള്ളത്. ഇന്ന് ഈ തിരുവോണ ദിവസം തന്നെ നമുക്ക് ഇവിടെ ഒത്തുകൂടാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തോടെ എല്ലാവർക്കും ഒരു നല്ല ഓണദിനം ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഓണം എന്നാൽ സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒത്തൊരുമയുടെയും പങ്കുവെക്കലിൻ്റെയും ആഘോഷമാണ്. ഈ ഒത്തൊരുമയും കരുതൽ മനോഭാവമാണ് നമ്മളെ ഇന്നിവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ ഈ ഓണാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ആദ്യമായി തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഓണാഘോഷത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ കുടുംബനാഥൻ ശ്രീ തുഷാർ K. ജോസ് കണിയാമ്പറമ്പിൽ. എനിക്ക് തോന്നുന്നു ദുബായ് KCC ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കുടുംബത്തെ, ഇത്ര യങ്ങായ ഒരു കുടുംബനാഥൻ നയിക്കുന്നത്. KCC ദുബായ് എന്ന ഈ വലിയ കുടുംബത്തെ ഇത്ര കാര്യപ്രാപ്തികളെ നയിക്കാൻ പ്രായം ഒരു ക്രൈറ്റീരിയ അല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഉഷാറായി കാര്യങ്ങൾ നീക്കുന്ന നമ്മുടെ തുഷാർ K. ജോസ് നമ്മുടെ കുടുംബനാഥനെ ഇന്നത്തെ ഈ ഓണാഘോഷത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും KCC ദുബായിയുടെ പേരിൽ ഞാൻ സ്വാഗതം. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ഓണാഘോഷത്തിന് ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ KCC UAE ചെയർമാൻ ശ്രീ ജോർജ് കുട്ടി തോമസ്. KCC UAE എന്ന നമ്മുടെ വലിയ കൂട്ടായ്മയെ നയിക്കുന്ന ശ്രീ ജോർജ് തോമസ് നെടുന്തുരുത്തിനെ ഈ ഓണാഘോഷത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെയും ആദരവോടെയും KCC ദുബായിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തതെന്ന് എനിക്കറിയില്ല, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ സ്റ്റേജിലേക്ക് നോക്കിയാൽ കുറച്ച് ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊക്കെ അറിയാം UAE എന്ന ഈ രാജ്യം ഫീമെയിൽ വിമൻ എംപവർമെന്റിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്. എല്ലാം മാറുന്ന ഈ കാലഘട്ടത്തിൽ ഈ രാജ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മുടെ നാനായ കമ്മ്യൂണിറ്റി ഒന്നും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഈ കാണുന്ന മുഖങ്ങൾ. അവർക്ക് കൊടുക്കുന്ന അംഗീകാരവും സ്നേഹവും നമ്മളെന്നും വിലമതിക്കുന്നു.
റോക്കറ്റ് വേഗത്തിൽ കുതിച്ച് വളരെയേറെ പ്രശംസനീയമായ വളർച്ച കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. ഇത് സാധ്യമാകുന്നത് അതിൻ്റെ ഒരു ലീഡർഷിപ്പ് അത്രയ്ക്കും ശക്തമായ ഒരു കരങ്ങളിലായതുകൊണ്ട് തന്നെയാണ്. ഈ ചുരുങ്ങിയ കാലയളവിൽ പടർന്ന് പന്തലിച്ച് UAE ലെവൽ വരെ എത്തി ഒരു UAE ലെവൽ സംഗമം നടത്താൻ ഉള്ള കപ്പാസിറ്റിയിൽ തന്നെ KCW എത്തി നിൽക്കുന്നു. മൾട്ടി ടാസ്കിംഗ് എക്സ്പെർട്ടീസായ അവർ നമ്മുടെ ലേഡീസ് കുടുംബവും മക്കളും ജോലിയും ഒക്കെ ഭംഗിയായി മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നതിനോടൊപ്പം അതിലൊരു പടി കൂടി നന്നായി KCW എന്ന ഈ സംഘടനയെ നയിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ അഭിമാനം KCW UAE പ്രസിഡന്റ് ശ്രീ LV മരിയ തുഷാറിനെ ഈ ഓണാഘോഷ പരിപാടികളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ എല്ലാ ഈ വിശേഷങ്ങൾക്കും അർഹതയോടെ ഒരാൾ കൂടി നമ്മുടെ ഈ വേദിയിൽ ഇരിപ്പുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുക എന്നുള്ള ഒരു ഹിമാലയൻ ടാസ്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയേറെ ക്ഷമയും സഹനശക്തിയും വേണ്ട ഒരു റോൾ തന്നെയാണ്. വളരെ നയപരമായി ഡിപ്ലോമാറ്റിക്കായി ഇത്രയും വലിയൊരു ക്രൗഡിനെ നയിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ ദുബായ് KCW പ്രസിഡന്റ് ശ്രീ രേഷ്മ മനുവിനെ ഈ ഓണാഘോഷത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ യുവജന സംഘടനയായ KCYL പ്രസിഡന്റിനെയാണ്. നമുക്കറിയാം, ഏകദേശം കഴിഞ്ഞ 2 വർഷത്തോളമായി നമ്മുടെ KCYL ഏതാണ്ട് ശോഷിച്ച അവസ്ഥയിലായിരുന്നു. അതിനൊരു പുത്തനുണർവ് നൽകിക്കൊണ്ട് പൂർവാധികം ശക്തിയോടെ തിരികെ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ നല്ലൊരു എഫർട്ട് കൊണ്ട് തന്നെയാണ്. ഇത്തവണ യുവത്വത്തിൻ്റെ പ്രത്യേകമായ നല്ല പ്രവൃത്തി ലക്ഷ്യമുള്ള ഒരാളെ തന്നെയാണ് നമുക്ക് KCYL പ്രസിഡന്റായി കിട്ടിയിരിക്കുന്നത്. ശ്രീ ജോർജ് കുട്ടിയെ നമ്മുടെ ഇന്നത്തെ ഓണാഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായ കുട്ടികളും ഇന്നീ വേദിയിൽ സന്നിഹിതരാണ്. വളർന്നു വരുന്ന ഇവരാണ് ഭാവിയിൽ നമ്മുടെ KCCയെ നയിക്കേണ്ടത്. നമ്മുടെ KCSL പ്രസിഡന്റ് ശ്രീ മാത്യു ജോഗിയെ നമ്മുടെ ഓണാഘോഷത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ KCC ദുബായിയെ ഉടമയിൽ എത്തിക്കാനും ഇപ്പോഴും നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ സപ്പോർട്ടും ഗൈഡൻസും നൽകിക്കൊണ്ട് നമ്മുടെ സീനിയർ മെമ്പേഴ്സ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സീനിയർ മെമ്പേഴ്സിനെയും എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും ഈ ഓണാഘോഷത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടി ഇത്രയ്ക്കും നന്നായി ഓർഗനൈസ് ചെയ്യാൻ നല്ലൊരു ടീം എഫർട്ട് നമ്മുടെ അടുത്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ KCC ദുബായിയുടെ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ കുറേ കാലത്തെ ഒരു ഹാർഡ് വർക്കിന് ഫലം തന്നെയാണ് ഇന്നത്തെ ഈ ഒത്തുചേരൽ. അവർക്ക് നല്ലൊരു അപ്രീസിയേഷൻ കൊടുക്കുന്നതിനോടൊപ്പം എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും ഇന്നത്തെ നമ്മുടെ ഈ ഓണാഘോഷ പരിപാടികളോട് നിറഞ്ഞ മനസ്സോടെ KCC ദുബായിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആരൊക്കെയുണ്ടെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങൾ നിങ്ങൾ ആരെങ്കിലും നമുക്ക് എന്തോ ആഘോഷമല്ലേ. നിങ്ങൾ ഓരോരുത്തരുമാണ് KCC ദുബായിയുടെ ഊർജ്ജം. നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അതിലേറെ ആദരവോടെയും നമ്മുടെ ഈ ഓണാഘോഷ പരിപാടികളിലേക്ക് KCC ദുബായിയുടെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നിലനിറയെ വിഭവങ്ങളുമായി സദ്യ ആസ്വദിക്കുന്നതോടൊപ്പം അവരുടെ കൂടി നോക്കുമ്പോഴാണ് ഓണം അർത്ഥവത്താകുന്നത്. മഹാബലിയെ പോലെ ആത്മാർപ്പണത്തിന്റെ മാതൃകകളാകാൻ നമുക്ക് സാധിക്കട്ടെ. കളിയും ചിരിയും ആർപ്പുവിളികളുമായി ഈ തിരുവോണം എന്നും നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു കുഞ്ഞോളെ ചേച്ചി. ഇന്ന് ഏത് ദിവസമാണ്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഓണം. അതിന്റെ ഒരു സന്തോഷമൊന്നും ആരുടെ മുഖത്ത് കാണുന്നില്ലല്ലോ. നല്ല കയ്യടികളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പ്രസിഡന്റ് ഒക്കെ ആണെങ്കിൽ ഇന്നലെ 2 മണി 3 മണിയൊക്കെ ആയപ്പോഴാണ് പരിപാടികളുടെ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ പോയി കഴിഞ്ഞ് കടന്നത്. അപ്പോൾ നല്ല കയ്യടികൾ വേണം, ആർപ്പുവിളികൾ വേണം. എനിക്ക് തോന്നുന്നു നമ്മുടെ പിള്ളേരെയൊക്കെ ഇപ്പോഴേ മാവേലി പാതാളത്തിൽ കൊണ്ടുപോയി എന്നാ. ഓക്കെ, ഇനി അങ്ങനെ ഉണ്ടാകരുത്. നന്നായിട്ട് കൈയടിച്ചോണം എല്ലാ പ്രോഗ്രാമിനും. ഓക്കെ, റെഡിയാണോ? ഓണ സന്ദേശത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു KCC ദുബായ് കുടുംബനാഥൻ മിസ്റ്റർ തുഷ ജോസ് കണിയാമ്പറമ്പിൽ. എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന KCC UAE പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ ജോർജ് തോമസ് നെടുന്തുരുത്തിൽ, എന്നോടൊപ്പം
ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന KCC ദുബായിയുടെ സെക്രട്ടറി ശ്രീമതി കുഞ്ഞുമോൾ ജോസഫ് പുളിക്കൽ, KCWA UAE ആദ്യത്തെ പ്രസിഡന്റും എൻ്റെ ജീവിത പങ്കാളിയും കൂടിയായിട്ടുള്ള LV മരിയ ഇമ്മാനുവൽ, KCYL ദുബായിയുടെ ഊർജ്ജസ്വലനായ പ്രസിഡന്റ് ശ്രീ ജോർജ് കുട്ടി പുളിയപ്പള്ളിയിൽ, KCWA ദുബായിയുടെ പ്രവർത്തനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന പ്രിയപ്പെട്ട രശ്മ മനു നടുവത്തറ, ഒപ്പം നമ്മുടെ ടീനേജേഴ്സ്, നമ്മുടെ KCSL കുട്ടികളുടെ പ്രസിഡന്റ്, KCSL ദുബായിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട മാത്യു ജോബി വള്ളിനായിൽ, KCC ദുബായിയുടെ അഡ്വൈസർ ലൂക്കോസ് തോമസ് എരുമേലിക്കര, നമ്മുടെ സീനിയർ മെമ്പേഴ്സായിട്ടുള്ള ടോമി ചേട്ട, വിൻസെൻ്റ് ചേട്ട, ജോപ്പൻ ചേട്ട, ബെന്നി ചേട്ട, ഒപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, ഇവിടെ എത്തിയിരിക്കുന്ന ദുബായിലെ ക്നാനായ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ ഈ അവസരത്തിൽ നേരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ഫോണും സോഷ്യൽ മീഡിയയും ഒക്കെ നിരന്തരം ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ഒരുപക്ഷെ അതിന് മുകളിലോ അതിന് താഴെയോ ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് എനിക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം പോലെ തോന്നിയ ഒരു വീഡിയോയിലെ ഉള്ളടക്കം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വീഡിയോയുടെ ഉള്ളടക്കം ഇപ്രകാരമാണ്: ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് മരിക്കുവാൻ വിധിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമുക്കൊരു 3 ദിവസത്തെ എക്സ്റ്റൻഷൻ കൂടി നൽകുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഈ ഒരു സാഹചര്യത്തെപ്പറ്റി ഒരുപക്ഷെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സാഹചര്യത്തെപ്പറ്റി 1000 ആളുകളിൽ ഒരു സർവേ നടത്തുകയുണ്ടായി. ആ സർവേയുടെ ആ വീഡിയോയുടെ ഉള്ളടക്കം, അതിൻ്റെ ഒരു സമ്മറി പറയുന്നത് ഇങ്ങനെയായിരുന്നു: ആ 3 ദിവസം ആളുകൾ എന്തിൻ്റെ പിറകെ പോകുന്നു എന്നതിനെ പറ്റിയുള്ള പഠനത്തിൻ്റെ അവസാനം പറയുന്നത് റിലേഷൻഷിപ്പിൻ്റെ പുറകെ പോകുമെന്നാണ്. അതായത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഇടയിലേക്ക്, ഒരുപക്ഷെ അകലങ്ങളിലായിരിക്കുന്ന മാതാപിതാക്കളുടെ അടുത്തേക്കോ, നമ്മുടെ മക്കളുടെ അടുത്തേക്കോ, ജീവിത പങ്കാളിയുടെ അടുത്തേക്കോ, സഹോദരങ്ങളുടെ അടുത്തേക്കോ, ഉറ്റ ചങ്ങാതിമാരുടെ അടുത്തേക്കോ പോവുക എന്നതാണ്. ഒരു കാര്യം നമ്മളെല്ലാവരും ഓർക്കേണ്ടത്, ആ വീഡിയോയുടെ അവസാനം പറഞ്ഞു വെക്കുന്ന ഒരു വാചകം കൂടി ഇപ്രകാരമാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ലോകത്തിലെ 8 ബില്യൺ ആളുകളിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ. ഇന്നലകളിൽ ജീവിച്ചിട്ട് കടന്നുപോയ, ഇനി നാളെ ജനിക്കുവാനിരിക്കുന്ന പല ബില്യൺ ട്രില്യൺ ആളുകളിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ. നിങ്ങൾ മരിച്ചിട്ട് ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് വല്ലപ്പോഴും മാത്രമാകാം. ഒരു 30 വർഷം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരുന്നു എന്ന് പോലും ഒരുപക്ഷെ ലോകം മറന്നേക്കാം. നിങ്ങളെപ്പറ്റി ലോകവും സമൂഹവും എന്ത് കരുതും എന്ന് ദിവസേന വ്യാകുലപ്പെടുന്നത് വെറുതെയാണ്. അതുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പുറകെ ചില യാത്രകൾ നടത്തുവാൻ നാം എല്ലാവരും ശ്രദ്ധിക്കുക. വല്ലപ്പോഴും ഒന്നുമൊക്കെ പ്ലാൻ ചെയ്യാതെ ചില യാത്രകൾ ചങ്ങാതിമാരൊത്ത്, അല്ലെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ചില മുഖങ്ങളുമൊക്കെ എടുത്ത് ചില യാത്രകൾ നടത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഒത്തുചേരാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾക്ക് ഉണ്ടാകണം. അങ്ങനെ ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ കണ്ണ് നിറയെ ചിരിക്കുക. ഭക്ഷണം ലഭിക്കുന്ന അവസരങ്ങളിൽ മൂക്കുമുട്ടെ ഭക്ഷണം കഴിക്കുക, നമ്മുടെ ആരോഗ്യം നോക്കിക്കൊണ്ട് മാത്രം. അപ്പോൾ അതായത് സന്തോഷിക്കാൻ നമുക്ക് നമ്മുടെ ചില മീ ടൈമുകൾ കൂടി വേണം എന്നുള്ളതാണ്. ഇത് മറ്റൊന്നും തെളിയിക്കുന്നതിനോ ആരെയും ബോധ്യപ്പെടുത്തുന്നതിനോ അല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകുവാൻ വേണ്ടി മാത്രം. ആ ജീവിതയാത്രയിൽ മുന്നോട്ട് നോക്കി സഞ്ചരിക്കുക. നമുക്ക് എല്ലാവർക്കും പറയും, നമ്മൾ കാർ ഓടിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ഡാഷ് മിറർ നോക്കിയാണ്, നമ്മൾ ഫ്രണ്ട് മിറർ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. ആരും പുറകിലത്തെ റിയർ മിറർ നോക്കിയല്ല വണ്ടി ഓടിക്കുന്നത്. കാരണം നമ്മൾ റിയർ മിറർ നോക്കും ഒരു കുറച്ച് നേരത്തേക്ക് മാത്രം, നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കും നമുക്ക് പുറകിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് നമ്മുടെ പാസ്റ്റിലേക്ക് നോക്കണം. അത് നമുക്കൊരു റെഫറൻസ് മെറ്റീരിയലാണ്, ഒരു ലേണിംഗ് മെറ്റീരിയലാണ്. നമുക്ക് എങ്ങോട്ട് തിരിയണം, അല്ലെങ്കിൽ നമ്മുടെ പുറകിൽ എന്തുണ്ട്, നമ്മുടെ പുറകിൽ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എപ്പോഴും നമ്മുടെ കണ്ണുകൾ മുൻപിലായിരിക്കണം, എന്നാലേ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കൂ. തീർച്ചയായിട്ടും ദുബായ് ക്നാനായ കുടുംബയോഗത്തെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമായ ഒരു മുഹൂർത്തമാണ് ഇന്ന ദിവസം. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട സീനിയർ മെമ്പേഴ്സായിട്ടുള്ള പ്രിയപ്പെട്ട ജോപ്പൻ ചേട്ടൻ്റെയും ടോമി ചേട്ടനും ഒക്കെ നമ്മുടെ കുടുംബയോഗത്തിൻ്റെ കമ്മിറ്റിയുമായിട്ട് സഹകരിക്കുന്നത് 25 വർഷം പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷങ്ങൾ നമ്മൾ നടത്തുകയുണ്ടായി. ഈ വർഷം 2024 നമ്മുടെ പ്രിയപ്പെട്ട
വിൻസെൻ്റ് വലിയ വീട്ടിൽ VC വിൻസെൻ്റ് വലിയ വീട്ടിൽ നമ്മുടെ വിൻസെൻ്റ് ചേട്ടന് നമ്മുടെ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് 25 വർഷം പൂർത്തിയാകുന്നു. ഒത്തിരിയേറെ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട വിൻസെൻ്റ് ചേട്ടൻ. നമുക്കറിയാം, എഴുത്തുകാരൻ എന്ന നിലയിലും പ്രാസംഗികൻ എന്ന നിലയിലും ഒപ്പം സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുടെ നിയമവശങ്ങളിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം. അങ്ങനെ അതുപോലെ കവി, ഗായകൻ എന്നീ മേഖലകളിലൊക്കെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വമാണ് വിൻസെൻ്റ് ചേട്ടൻ്റേത്. എല്ലാ പ്രായക്കാരെയും ഉൾക്കൊള്ളിച്ച് പോകുന്നതിലുമൊക്കെ അങ്ങേയറ്റം മിടുക്കുള്ള വ്യക്തിയാണ്. നമുക്കറിയാം, ചിലരെങ്കിലും കണ്ടു കഴിഞ്ഞ ദിവസം ദിൽസെ FM-ൽ അക്കാഫിൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായിട്ട് FM-ൽ ഇരുന്ന് സംസാരിക്കുന്നതും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതുമൊക്കെ. അപ്പം അങ്ങനെ പൊതുമണ്ഡലത്തിലും അതുപോലെ ക്നാനായ സമൂഹത്തിനും നമ്മുടെ ദുബായിലുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ദുബായിലും UAE-യിലുമുള്ള ക്നാനായ സമൂഹത്തിന് ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള അംഗീകാരം കൂടിയാണ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ വേദിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 2 മാസത്തോളം ഇവിടെ നടത്തിയ പ്രിപ്പറേഷൻസ്, നമ്മുടെ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽസൊക്കെ ഇത് സമാപനമാവുകയാണ്. ഈ വേദി കുറച്ച് കഴിയുമ്പോൾ എല്ലാ കുട്ടികൾക്കും, യുവജനങ്ങൾക്കും, മുതിർന്നവർക്കും അടക്കം നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു തുഷ. ഇന്നത്തെ ഈ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുവാനായി KCC UAE ചെയർമാൻ മിസ്റ്റർ ജോർജ് തോമസ് നെടുന്തുരുത്തിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട KCC ദുബായ് പ്രസിഡന്റ് തുഷാർ, സെക്രട്ടറി കുഞ്ഞുമോൾ ജോസഫ്, KCWA UAE പ്രസിഡന്റ് LV മരിയ, KCYL പ്രസിഡന്റ് ജോർജ് കുട്ടി, KCWA ദുബായ് പ്രസിഡന്റ് രേഷ്മ മനു, KCSL ദുബായ് പ്രസിഡന്റ് മാത്യു ജോബി, ഇവിടെ ഇരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, കുട്ടികളെ, വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം ഇത്രയും കുടുംബാംഗങ്ങൾ ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്നാനായ സമുദായത്തിൻ്റെ ഐക്യവും വളർച്ചയും കൂട്ടായ്മയുമാണ് അത് അടയാളപ്പെടുത്തുന്നത്. എനിക്ക് തോന്നുന്നത് ഇനിയും ഒത്തിരി കുടുംബാംഗങ്ങൾ എനിക്ക് തോന്നുന്നത് വരാനുണ്ട്. തീർച്ചയായിട്ടും അവർ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്നത്, ഇങ്ങനെയും ഒരു ഓണം ഉണ്ടായിരുന്നു എന്നുള്ള ഓർമ്മയിലാണ് നമ്മൾ ഈ ഓണക്കാലവും കടന്നു വന്നിരിക്കുന്നത്. അപ്പം 100,000 സ്മരണകളിൽ നിന്ന് ചില ഓർമ്മകളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു ഓണം. ഈ ഓണത്തിന് നിങ്ങളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും ഈ ഓണത്തിൻ്റെ എല്ലാവിധമായ ആശംസകൾ ആദ്യമേ തന്നെ നേരുകയും ചെയ്യുകയാണ്. ഓണം തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളിൽ ചൈതന്യം ഉണർത്തുകയാണ്. നല്ല നല്ല വാക്കുകൾ, നല്ല നല്ല പ്രവൃത്തികൾ, പ്രവർത്തനങ്ങൾ, ഇതെല്ലാമാണ് ഓണം കൊണ്ട് നമ്മളെ ഉദ്ദേശിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ഒരു ഓണത്തിൻ്റെ ഒരു കാലം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് കള്ളവോ അല്ലെങ്കിൽ ചതിയോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു പണ്ട്. പക്ഷേ ഇന്ന് അതൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്നൊരു തോന്നൽ നമ്മുടെ എല്ലാവരുടെയും ഇടയിലുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നമുക്ക് ഇത് നന്നാകാനുള്ള സാധ്യതയുണ്ട്, ഇത് മുമ്പോട്ട് നന്നാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ആണ് നമ്മൾ ഈ ഓരോ കൂട്ടായ്മയിലും നമ്മൾ പങ്കെടുക്കുകയും കൂട്ടായ്മയുടെ ഒരു ഭാഗമായിരിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് ചെയ്യാവുമെന്ന് നമ്മൾ പല രീതിയിലും നമ്മൾ തെളിയിച്ചതാണ്, നമ്മുടെ കൂട്ടായ്മ തെളിയിച്ചതാണ്. മദർ തെരേസ പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഞാൻ എവിടെയോ വായിച്ചതാണ്. നമുക്കെല്ലാവർക്കും വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ അത് ചെയ്തെടുക്കുമ്പോഴാണ്, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് തൃപ്തി ഉണ്ടാകുന്നതും സന്തോഷം ഉണ്ടാകുന്നതും. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ഇപ്പം KCWA എന്ന ഒരു സംഘടന അത് നമ്മൾ ഫോം ചെയ്തു. അത് ഫോം ചെയ്ത് അതിൻ്റെ ഒരു കോർഡിനേറ്ററുണ്ട്, LV എൻ്റെ കോർഡിനേറ്ററാണ്. ഇപ്പം എല്ലാ യൂണിറ്റിലും അത് ഫോം ചെയ്തു. അപ്പം അടുത്ത 26-ാം തീയതി അതിൻ്റെ 1 ഡേ പ്രോഗ്രാം അതിൻ്റെ ഓൾറെഡി എല്ലാം കംപ്ലീറ്റ് പൂർത്തിയായി. ചില കാര്യങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ തീർച്ചയായും ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ, എല്ലാവരുടെയും സഹകരണം KCWAയുടെ
ഈ ഒരു മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം അതുപോലെ തന്നെയാണെങ്കിലും KCYയിലാണെങ്കിലും എനിക്ക് തോന്നുന്നത് പല യൂണിറ്റുകളിലും അവിടെ KCYയിൽ ഫോം ചെയ്തു. 30-35 യുവാക്കൾ ഈ KCYലിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം KCYലിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഊർജ്ജപ്പെടുത്തണം. അതുപോലെ KCSLൻ്റെ പ്രോഗ്രാം നമ്മൾ എല്ലാ വർഷവും നടത്തുന്നുണ്ട്. 130-140 കുട്ടികൾ അതിനകത്ത് പങ്കെടുക്കാറുണ്ട്. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഓണം അല്ലെങ്കിൽ പിക്നിക്ക് അല്ലെങ്കിൽ ആനുവൽ ഇതിൽ ഒതുങ്ങാതെ നമ്മുടെ മന്ത്ലി മീറ്റിംഗ് അല്ലെങ്കിൽ 3 മാസം നടക്കുന്ന മീറ്റിങ്ങിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ പങ്കെടുക്കണം. പങ്കെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ സമുദായത്തോടും സഭയോടും ചേർത്ത് നിന്ന് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് അത് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി പുറത്തോട്ട് പോകുന്ന ആൾക്കാരുണ്ട്, ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നവരുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതോടൊപ്പം തന്നെ യുവാക്കളും കുടുംബങ്ങളും ഒക്കെ ഇങ്ങോട്ടും വരുന്നുണ്ട്, നമ്മുടെ UAE അല്ലെങ്കിൽ ഗൾഫ് നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം അവരെ നമ്മൾ കൂടെ നിർത്തി നമ്മുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കൂട്ടായ്മയെ തീർച്ചയായിട്ടും ശക്തിപ്പെടുത്തുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഏറ്റവും നല്ല ഒരു പറഞ്ഞാൽ നമ്മൾ ഓരോ യൂണിറ്റും ആ യൂണിറ്റിൻ്റെ അതിഥിയിൽപ്പെട്ടവരെ തീർച്ചയായിട്ടും നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന് കൂട്ടായ്മയെ ശക്തിപ്പെടുത്തണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്, കലാകാരന്മാരുണ്ട്, കലാകാരികളുണ്ട്, ഒത്തിരി പ്രോഗ്രാംസ് നടക്കാനുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അവരെയെല്ലാം പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. അവരുടെ വരാൻ പോകുന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ പ്രത്യേകമായിട്ടുള്ള എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ തിരുവോണ നാളിൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് KCC ദുബായിയുടെ ഈ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും സീനിയർ മെമ്പേഴ്സും ദയവ് ചെയ്ത് വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. താങ്ക് യു ഓൾ. നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താം. ആശംസാ പ്രസംഗത്തിനായി KCWA UAE പ്രസിഡന്റ് ശ്രീമതി LV മരിയ ഇമ്മാനുവലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Distinguished guests on stage, senior members and my dear family, I feel so happy, blessed, proud to be standing in front of you with this position of the KCWA UAE president. ഞാൻ ബേസിക്കലി KCC ദുബായിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. ഇവിടെ വളർന്നു വലുതാവുകയും ഓരോ പ്രോഗ്രാംസിൽ പങ്കെടുത്ത് അങ്ങനെ ടാലൻസും കഴിവൊക്കെ ഉള്ളതൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് വളർന്നു വന്നത്. ഫസ്റ്റ് KCSL പ്രസിഡൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം KCWA ദുബായിൽ വന്നു. KCWA ദുബായിൻ പ്രസിഡൻ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ കമ്മിറ്റിയിലോട്ട് കടന്നു വന്നു, കമ്മിറ്റി മെമ്പറായിരുന്നു, എൻ്റർടൈൻമെൻറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. എന്നിട്ട് ഇതാ ഇപ്പോൾ ഇവിടെ KCWA UAE പ്രസിഡൻറ്റ്. ഇപ്പം എൻ്റെ മനസ്സിൽ
ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. ഒരു ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചർ ക്ലാസ്സിൽ പോയി സ്റ്റുഡൻസിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വാല്യൂബിൾ പ്രസൻറ്റ്, ദ മോസ്റ്റ് വാല്യൂബിൾ പ്രസൻറ്റ് ഇൻ യുവർ ലൈഫ്, നിങ്ങളത് വരയ്ക്കുക. എല്ലാവരും വരച്ചു, ടോയ്സ് വരച്ചു, വീട് വരച്ചു, ഫാമിലീസ് വരച്ചു, പാരൻസിനെ വരച്ചു, പട്ടിക്കുട്ടീനെ വരച്ചു, മൈ പെറ്റ്, ഇതൊക്കെ പറഞ്ഞാണ് ഏറ്റവും ഇഷ്ടമുള്ള സമ്മാനം വരച്ചത്. ഒരു കുസൃതി ചെറുക്കൻ ഒരു കൈ വരച്ചു. ഓക്കെ, ഒരു കൈ വരച്ചു. അപ്പോൾ ടീച്ചറാണ് ചോദിച്ചു, നിൻ്റെ കൈയാണോ നിനക്ക് ഏറ്റവും വലിയൊരു സമ്മാനവും നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സമ്മാനമായിട്ട് തോന്നിയത്? അപ്പോൾ അവൻ പറഞ്ഞ റിപ്ലൈ ആണ്, ടീച്ചറെ ഇത് ടീച്ചറുടെ കൈയാണ്. ടീച്ചറൊന്ന് ഷോക്കായി. ടീച്ചറെ, ഞാൻ കഴിഞ്ഞ ദിവസം പിക്നിക്കിന് പോയപ്പം എനിക്ക് വെള്ളത്തിലിറങ്ങാൻ പേടിയായിരുന്നു, ടീച്ചർ എന്നെ ഹെൽപ്പ് ചെയ്തു, എന്നെ വെള്ളത്തിലിറക്കി. എനിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയായിരുന്നു, ടീച്ചർ എന്നെ മോട്ടിവേറ്റ് ചെയ്തു, എനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞു തന്നു, ഞാൻ സ്റ്റേജിൽ കയറി, ഞാൻ പ്രസംഗം പറഞ്ഞു. അത് കാരണം ടീച്ചറിൻ്റെ ആ കൈയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. KCWA UAE ഈ പറഞ്ഞ ടീച്ചറിൻ്റെ കൈ ആകണം എന്നാണ് എൻ്റെ സ്വപ്നവും പ്രതീക്ഷയും പ്രാർത്ഥനയും. സോ നമ്മൾ ഓരോ മാരിഡ് വിമൻ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പല റെസ്പോൺസിബിലിറ്റീസ് ആകും, ബി ഇറ്റ് കരിയർ, ഫാമിലി ലൈഫ്, കിഡ്സ്. അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ടാലൻസ്, നമ്മുടെ സ്കിൽസ്, ഇതിനൊക്കെ ഒരു ചെറിയൊരു ബ്രേക്ക് കൊടുക്കും. പക്ഷെ ചിലപ്പോൾ നമ്മൾ ആ ബ്രേക്ക് കൊടുത്ത് നമ്മൾ അതിനെപ്പറ്റി അങ്ങ് മറന്നുപോകും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ചിലപ്പോൾ അതൊരു വേദിയാകാം, ചിലപ്പം അതൊരു ഓപ്പർച്യൂണിറ്റി ആകാം, ചിലപ്പോൾ അത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു കൂട്ടാകാം. ഈ ഒരു സംഭവം നമ്മൾ KCWA UAE അല്ലെങ്കിൽ ഓരോ ലെവലിലും നമുക്കൊന്ന് തരാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നം. ഇതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളാണ് നമ്മുടെ രേഷ്മ ചേച്ചി. രേഷ്മ ചേച്ചിക്ക് എന്തോ ഒരു കഴിവുള്ള ആളാണെന്നറിയോ. നമ്മളൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ചാൻസ് കൊടുത്തപ്പം ഭയങ്കര ടാലൻറ്റഡ് ആയിട്ട് ഭയങ്കര ഒരു രസത്തോടെയാണ് നമ്മുടെ ദുബായ് KCWA നയിച്ചുകൊണ്ട് പോകുന്നത്. അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മളോട് തന്നെ ഒരു യെസ് പറയണം. യെസ്, ഐ നീഡ് ടു. നമ്മുടെ ആ ഒരു ആഗ്രഹവും ഈ KCWA UAE, KCWA ദുബായ്, ഷാർജ, റാസൽ ഖൈമ, wherever it is, അതിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ആകുമ്പം we can bring wonders. We have to uplift ourselves, and through us we have to inspire and uplift our community and people around us. So ഞാൻ അധികം നീട്ടുന്നില്ല. എനിക്ക് തന്നിരിക്കുന്ന സമയം 3 മിനിറ്റ് ആയിരുന്നു, അത് കഴിഞ്ഞു. സോ ഈ ഒരു ഓണ ദിവസം ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ മറന്നുപോയി. പെണ്ണുങ്ങളോടെ പറ്റി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷേ ഇവരെല്ലാം ഒന്ന് പുറത്ത് വരണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ചേട്ടന്മാരും നമ്മുടെ പിള്ളേരും മമ്മ പൊക്കോ എന്ന് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കണം. ആൻഡ് ആ ഗ്രീൻ സിഗ്നൽ നിങ്ങളെല്ലാവരും തരും എന്നെനിക്കറിയാം. ഞാൻ ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു സ്റ്റെപ്പ്, ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ KCWA UAE 1 day പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്. And it is happening on the 26th of October, and it is named as Barumariam 2024. So ഈ ബറുമറിയം 2024 ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി കൈയടിച്ചു. താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ഇന്ന് നടക്കുന്നുണ്ടാവും. സോ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും രജിസ്റ്റർ ചെയ്യണം. So wishing you all a very happy Onam. It's an adieu from my side, LV Maria Emmanuel. Thank you. താങ്ക് യു LV. നമ്മൾ KCC ദുബായിയുടെ കുട്ടികളെല്ലാം LVനെ വളരെ സ്നേഹത്തോടെ LV ടീച്ചറെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞ കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കുട്ടികൾ കഥകൾ ശ്രദ്ധിച്ചായിരുന്നോ? ഓക്കെ, താങ്ക് യു. ആശംസ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു KCWA ദുബായ് പ്രസിഡന്റ് ശ്രീമതി രേഷ്മ ജെയിംസ് നടുവത്തറ. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സ്നേഹം നിറഞ്ഞ ദുബായ് ജ്ഞാനായ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പല പല ഓർമ്മകൾ ഓടി വരും അല്ലേ? പണ്ട് കൂട്ടുകാരൊത്ത് പൂ പറിക്കാൻ പോയതും പൂക്കളം ഇട്ടതും ഊഞ്ഞാലാടിയതും അങ്ങനെ ഒരു 100 വിധം ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തും അല്ലേ? പത്മനാഭൻ്റെ മണ്ണായ തലസ്ഥാന നഗരിയിൽ ജനിച്ചതുകൊണ്ടാകാം എൻ്റെ മനസ്സിലെ ഓണക്കാഴ്ചകൾ കുറച്ച് വേറിട്ടതായിരുന്നു.
വർണ്ണപ്രഭയിൽ നിറഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരം നഗരവും പിന്നെ കനകക്കുന്ന് കൊട്ടാരവും മ്യൂസിയവും അവിടുത്തെ കലാസാംസ്കാരിക പ്രകടനങ്ങളും ഇതിനെല്ലാം പരിസമാപ്തി എന്നോണം മികവുറ്റതാർന്ന ഫ്ലോട്ടും അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായിരുന്നു എൻ്റെ മനസ്സിലെ ഓണക്കാഴ്ചകൾ. ഇതെല്ലാം കഴിഞ്ഞതേ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞു മക്കളുടെ മനസ്സിലേക്ക് വരുമ്പോഴേക്കോ അവരുടെ മനസ്സിൽ നമ്മുടെ ജ്ഞാനായ ഓണവും അതിനെക്കുറിച്ചുള്ള ഓർമ്മകളുമായിരിക്കും അല്ലേ. നമ്മുടെ പ്രാക്ടീസുകളും അതിനോട് അനുബന്ധിച്ച് ഒരുമിച്ചുള്ള യാത്രകളും ഒരുമിച്ചുള്ള ഒത്തുചേരലുകളും അങ്ങനെയുള്ള ഒരുപടി മനോഹരമായ നല്ല ചിത്രങ്ങളായിരിക്കും അവരുടെ മനസ്സിൽ നമ്മുടെ ഓണത്തിനെക്കുറിച്ച്. ഈ ഒരു ഓർമ്മ വഴി ഈ ഒരു ഇതുവഴി നമുക്ക് അവർക്ക് നമ്മുടെ തനിമയും ഒരുമയും പൈതൃകത്തിൻ്റെയും ഒരു ഫീലിങ്സ് അവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒത്തിരിയധികം സന്തോഷം തോന്നുന്നുണ്ട്. 2016 ഔദ്യോഗികമായി തുടക്കം കുറിച്ച നമ്മുടെ KCW, നമ്മുടെ സിനു ചേച്ചി, നിഷ് ചേച്ചി, കുഞ്ഞുമോൾ ചേച്ചി എന്നിവരുടെ നേതൃത്വത്തിൽ ഔദ്യോഗികമായി തുടങ്ങിയ ഈ സംഘടന 8 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ മുഴുവൻ ഊർജ്ജത്തിലും പ്രസരപ്പിലും തന്നെ മുൻപോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമായാണ് KCW UAE എന്നൊരു രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റർ ആകാൻ ദുബായ് യൂണിറ്റിന് അവസരം ലഭിക്കുകയും അതിൽ നമ്മുടെ സ്വന്തം LV തുഷാർ ആ പൊസിഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. ഈ വർഷം KCW ദുബായ് വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം സാധ്യമായത് എൻ്റെ കൂടെ എപ്പോഴും ഒറ്റക്കെട്ടായി ഏത് സമയത്തും വിളിച്ചാലും ഓടി എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഒരു സെക്രട്ടറി ജയബ, എൻ്റെ ഡിയർ കോ ടീം മെമ്പേഴ്സ് നീതു, LV, സിസ് ചേച്ചി, നിഷ് ചേച്ചി ഇവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇതല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങൾക്ക് സാധ്യമാവില്ല. അതുകൂടെ തന്നെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഓരോ ചേച്ചിമാരുടെയും സുഹൃത്തുക്കളുടെയും സപ്പോർട്ടോട് മാത്രമാണ് നമുക്കിതെല്ലാം ഇത്ര ഭംഗിയായി ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ നാൾ വഴിയിലുടനീളം നമുക്ക് തണലും താങ്ങുമായി നിന്നത് നമ്മുടെ KCC കമ്മിറ്റി അംഗങ്ങളാണ്. ഞങ്ങളുടെ ഓരോ ചവിട്ടുപടിയിലും ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഞങ്ങളുടെ മുൻപോട്ടുള്ള ഓരോ യാത്രയിലും ഇതുപോലുള്ള സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. KCW ദുബായിയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് നമ്മൾ ഇന്ന് പ്രകാശനം ചെയ്യുന്ന നമ്മുടെ ലോഗോ. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് പോലെ ഒരു സംഘടനയുടെ മുഖമുദ്രയാണ് അതിൻ്റെ ലോഗോ അല്ലേ. അപ്പം ഇതെല്ലാം നമുക്ക് സാധ്യമാവുന്ന നിങ്ങളുടെ എല്ലാം പൂർണ്ണമായും പിന്തുണയുള്ളതുകൊണ്ട് മാത്രമാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിത പങ്കാളികളുടെയും മക്കളുടെയും സഹകരണവും സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം സാധ്യമാവുള്ളൂ. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടിന് ഒത്തിരിയേറെ നന്ദി അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മയുടെയും വിശുദ്ധിയുടെയും ഒരു ഓണം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു രേഷ്മ. അപ്പോൾ നമ്മുടെ കിഡ്സ് ക്ലബിലെ മെമ്പേഴ്സൊക്കെ എന്ത് ചെയ്യുക, കൈ പൊക്കിക്കോ ഒന്ന്. കിഡ്സ് ക്ലബിലെ മെമ്പേഴ്സ് ഓക്കെ. നമ്മൾ രാവിലെ തൊട്ട് കേൾക്കുന്നതാണ് KCC ദുബായ്, KCC എന്ന്. അപ്പോൾ KCCയുടെ ഫുൾ ഫോം അറിയാവുന്നവർ കൈവക്ക്. സമ്മാനമുണ്ട്. ഷാജു ചേട്ടൻ സമ്മാനമായിട്ട് ഫ്രണ്ടിലോട്ട് പോര്. KCCയുടെ ഫുൾ ഫോം അറിയാവുന്നവർ കിഡ്സ് ക്ലബ് മെമ്പേഴ്സിനായിരിക്കും ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി. കേട്ടോ, KCC ദുബായ് ഓണം പൊന്നോണം. KCCയുടെ ഫുൾ ഫോം എന്താണ്? കിഡ്സ് ക്ലബിന് അറിയത്തില്ലെങ്കിൽ എന്നാൽ നെക്സ്റ്റ് ഗ്രൂപ്പിലേക്ക് പോവുകയാണ്. KCSL ഓടി ഒരു കൈവക്കി ഒരു ഈ അപ്പാ Catholic community. Catholic community. Catholic community. കുറച്ചൊക്കെ ശരിയാണ്. എനിക്കൊന്ന് പുള്ളി കേട്ടതിൻ്റെ ഒക്കെ ആയിരിക്കും. ബാ കയറിയ പറഞ്ഞു. കാത്തലിക് കമ്മ്യൂണിറ്റി കോൺഗ്രസ്. ഓക്കെ, എന്നാൽ ഏകദേശം പുള്ളിക്ക് അറിവുണ്ട് നന്നായിട്ട്. സമ്മാനം കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ എന്റർടൈൻമെന്റ് കോർഡിനേറ്റർ ഷാജു ചേട്ടനെ വിളിക്കുന്നു വേദിയിലേക്ക്. ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ്. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. മിടുക്കനാട്ടോ. മനോഹരമായ ഒരു ഗാനവുമായി വേദിയിലേക്ക് എത്തുന്നു KCC UAE അഡ്വൈസർ മിസ്റ്റർ മനു ഇബ്രാഹിം നടുവത്തറ.
Also, Elena Manu. മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ ദൂരം നീങ്ങും മേഘം മണ്ണിൽ ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ വെൺമതികല ചൂടും വെണ്ണിൻ ചാരുതയിൽ പറന്നേറുന്നു മനം മറന്നാടുന്നു സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ ചെന്തളിരുകളോലും കന്യാവാടികയിൽ വരം നേടുന്നു സ്വയം വരം കൊള്ളുന്നു ഹേമന്തം പോലെ നവവാസന്തം പോലെ പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ ദൂതും പേറി നീങ്ങും മേഘം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി ലാലാല 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 ലാലാല. താങ്ക് യു. Thank you, Manu, and thank you, Elena. Beautiful voice. ആശംസ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു KCYL പ്രസിഡന്റ് മിസ്റ്റർ ജോർജ് കുട്ടി പുളിയപ്പുള്ളിൽ. ഈ ഓണത്തിൻ്റെ അധ്യക്ഷൻ KCC ദുബായ് പ്രസിഡന്റ് തുഷാർ കെ ജോസ്, ഇതിൻ്റെ പ്രത്യേക ക്ഷണേതാവായി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് തോമസ് നെടുമ്പുറയിൽ KCC UI ചെയർമാൻ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ജ്ഞാനായ കുടുംബാംഗങ്ങളെ, ആദ്യമായിട്ട് തന്നെ KCYലിൻ്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നമുക്കറിയാം, ഓണമെന്ന് പറയുന്നത് ഓർമ്മകളുടെയും കൂട്ടായ്മയുടെയും ഒരു ദിനമാണ്. ഇവിടെ ഇരിക്കുന്ന പലരും കഴിഞ്ഞുപോയ അവരുടെ ചെറുപ്പത്തിലെ തൊട്ട് കഴിഞ്ഞുപോയ പല ഓണങ്ങളും ഈ നിമിഷങ്ങളിൽ ഓർക്കുന്നുണ്ടായിരിക്കും.
ക്രാനായക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മ എന്തെന്നുള്ളത് നമ്മളെ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. നമ്മൾ എവിടെ ചെന്നാലും ഒത്തുചേരുകയും കൂട്ടായ്മ നമ്മളുടെ ഭാഗമാണ്. ഏതൊരു മലയാളി ഏതെവിടെ ചെന്നാലും ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. അത്രയേറെ പ്രാധാന്യം നമ്മൾ മലയാളികളുടെ ഇടയിൽ ഓണത്തിനുണ്ട്. ആ ഒരു പ്രാധാന്യം വരും തലമുറകൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കുവാനും നമുക്ക് കാരണന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ഓണക്കഥകളും മാവേലിയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസ നൽകുന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. ആശംസാ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു KCSL പ്രസിഡന്റ് മാസ്റ്റർ മാത്യു ജോബി വള്ളീനാൽ. Good morning to all distinguished guests on stage and everyone else. എനിക്കറിയാം പ്രസംഗമൊക്കെ കേട്ട് എല്ലാവരും നല്ല ബോറടിച്ചിരിക്കുകയാണെന്ന്. ഇനി നമുക്ക് എല്ലാവരും നല്ല ഡാൻസും ഗെയിംസും പ്രോഗ്രാംസും പരിപാടിയും കാണാൻ വേണ്ടി എല്ലാവരും ഇൻട്രീഗ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. സോ ഞാൻ എൻ്റെ സ്പീച്ച് ലോങ് ആക്കുന്നില്ല, നല്ല ഷോർട്ട് ആക്കുന്നുള്ളൂ. സോ first of all, I'd like to thank Dubai KCC for presenting me with this opportunity to give this felicitation. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫെലിസിറ്റേഷൻ കൊടുക്കുന്നത്. ആൻഡ് അത് ഇത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ദുബായ് KCCക്ക് ഐ എം വെരി താങ്ക്ഫുൾ ടു ദം. ആൻഡ് നിങ്ങൾക്കറിയുന്ന പോലെ ഈ വർഷം KCSLൻ്റെ കുറേ ആക്ടിവിറ്റീസും പരിപാടീസും പ്രോഗ്രാംസും എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എൻകറേജ് ഈച്ച് ആൻഡ് എവറി കിഡ്സ് to join for that, and also പാരൻസും പിള്ളേർ ഇച്ചിരി ഒന്ന് ഫോഴ്സ് ചെയ്തേക്ക് ഇതിലൊക്കെ പോകാൻ ഇഫ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. പക്ഷേ ഞാൻ 100% നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, അവർ ആ പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഒരു ഇവൻറ്റിന് അവർ വരുവാണെങ്കിൽ they will be 100% happy and satisfied because it's that fun. And yeah, ഇതൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഹാപ്പി ആണോ? ഇത്രയും പെട്ടെന്ന് പ്രസംഗം നിർത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് തോന്നുന്നത് സച്ചു രാവിലെ തന്നെ കുറച്ച് ചിയർ ഗേൾസും ചിയർ ബോയ്സും ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയിരിക്കുന്നത് സച്ചുവിനാണ്. ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടി ഞാൻ നമ്മുടെ കൊച്ചു കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജ്ഞാനായ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകതയാണ് കുടുംബത്തിലെ എല്ലാവരെയും അംഗീകരിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക. അപ്പോൾ നമ്മുടെ കൊച്ചു കൂട്ടുകാരാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തരുന്ന ഒരു പ്രിവിലേജാണ്. സോ അത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയോടുകൂടി തന്നെ ആ ഉത്തരവാദിത്വ മനോഭാവത്തോടു കൂടി തന്നെ അത് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി ഒരു ചെറിയൊരു ക്വസ്റ്റും കൂടെ ചോദിച്ചിട്ട് ഞാൻ നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നതാണ്. ഞാൻ പറഞ്ഞായിരുന്നു രാവിലത്തെ സ്പീച്ചസ് ഒക്കെ ശ്രദ്ധിക്കുക, അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും ക്വസ്റ്റ്യൻ. സോ ഹൂ ഈസ് ദ കറന്റ് KCC UAE ചെയർമാൻ? കിഡ്സ് ക്ലബിലെ മെമ്പേഴ്സിനോടായിരിക്കും ആദ്യത്തെ ചോദ്യം. ഹൂ ഈസ് ദ കറന്റ് KCC UAE ചെയർമാൻ? ഓക്കെ, ചൂണ്ടിക്കാണിച്ചവർക്ക് കൊടുക്കാനായിട്ട് ജോബ് ഞങ്ങൾ പറയുന്നു. അപ്പോൾ ചൂണ്ടിക്കാണിച്ചത് ആരാണ്? തൊമ്മ പോരോടി വരും ആണോ? ജോണും പോരുവാ. അപ്പം നമ്മുടെ KCC UAEയുടെ കറന്റ് ചെയർമാൻ്റെ പേര് മിസ്റ്റർ ജോർജ് തോമസ് നെടുന്തുരുത്തിയിൽ. ഓക്കെ, ജോർജ് തോമസ് നെടുന്തുരുത്തിയിൽ. സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള സൈചേട്ടനായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേജിലിരിക്കുന്ന ആൾക്കാരെ അവരുടെ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തതായി ദുബായ് KCCയിൽ 25 വർഷം പൂർത്തീകരിക്കുന്ന ശ്രീ VC വിൻസെൻ്റ് വല്യ വീട്ടിലിനെ ആദരിക്കുന്ന ചടങ്ങാണ്. വിൻസെൻ്റ് അങ്കിളിനെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിൻസെൻ്റ് അങ്കിളിനെ കുറിച്ച് ഞാനിങ്ങനെ പലരോടും ചോദിച്ചപ്പോൾ വലിയ ലോങ് ലിസ്റ്റ് ഓഫ് ക്രെഡൻഷ്യൽസ് ആണ് എനിക്ക് കിട്ടിയത്. ആക്ച്വലി ഏകദേശം ഈ ഒരു പേജ് ഫുള്ളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സമയത്തിൻ്റെ ഒരു പരിമിതി മൂലം എനിക്കത് പറയാൻ സാധിക്കില്ല. വിൻസെൻ്റ് അങ്കിളുടെ സംഘടനാ പാടവം, അതുപോലെ തന്നെ സാഹിത്യത്തിലുള്ള അഭിരുചി എന്നിവ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. KCC UAEയിൽ വിൻസെൻ്റ് അങ്കിൾ അലങ്കരിക്കാത്ത പദവികൾ ഇല്ല എന്ന് തന്നെ പറയാം. KCC ദുബായ് വൈസ് പ്രസിഡന്റ്,
KCC UAE ചെയർമാൻ, KCC ദുബായ് പ്രസിഡന്റ്, KCC UAE അഡ്വൈസർ, KCC ME വൈസ് ചെയർമാൻ, DKCC ജോയിന്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വിൻസെൻ്റ് അങ്കിൾ അലങ്കരിച്ചിട്ടുണ്ട്. വിൻസെൻ്റ് അങ്കിളിൻ്റെ സമകാലികരായിട്ടുള്ള നിരവധി വ്യക്തികൾ ഇവിടെയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വിൻസെൻ്റ് അങ്കിളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നെ ആകർഷിച്ചിട്ടുള്ള 2 പോയിന്റ്സ് പറഞ്ഞ് ഞാൻ നിർത്തുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ യുവതലമുറ തീർച്ചയായിട്ടും കണ്ട് പഠിക്കേണ്ട ഒരു മാതൃകയാണ് വിൻസെൻ്റ് അങ്കിൾ. ഒന്നാമത്തെ കാര്യം, വളരെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വിൻസെൻ്റ് അങ്കിൾ. കാലത്തിനൊപ്പം അല്ലെങ്കിൽ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ പലപ്പോഴും വിൻസെൻ്റ് അങ്കിളിനെ നോക്കിക്കാണുന്നത്. നമ്മളിപ്പോൾ ഒരു പുതിയ സിനിമ ചോദിച്ചാൽ, അല്ലെങ്കിൽ പുതിയ ഒരു ബുക്കിനെ കുറിച്ച് ചോദിച്ചാൽ, എന്തിനു പറയേണ്ട ഒരു പുതിയൊരു ടെക്നോളജിയെക്കുറിച്ച് ചോദിച്ചാൽ പോലും വിൻസെൻ്റ് അങ്കിളിന് ഒരു കൃത്യമായ ഒരു ക്ലാരിറ്റി ഓഫ് ഐഡിയ വിൻസെൻ്റ് അങ്കിളിന് എന്നും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വിൻസെൻ്റ് അങ്കിളിൻ്റെ പരന്ന വായന അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, എല്ലാ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ആയിരിക്കാം അതിനെ സഹായിച്ചിട്ടുള്ളത്. എല്ലാ ജനറേഷൻസുമായിട്ട് മേർജ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക പാഠവും വിൻസെൻ്റ് അങ്കിളിനുണ്ട്. അത് പ്രായമുള്ളവരായിക്കോട്ടെ, ഈവൻ 2 വയസ്സുള്ള കൊച്ചായിക്കോട്ടെ, എല്ലാ ജനറേഷൻസിനെയും കേറ്റർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഒരു പ്രത്യേക കഴിവ് വിൻസെൻ്റ് അങ്കിളിനുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ വിൻസെൻ്റ് അങ്കിളിനെ നോക്കിക്കാണുന്ന ഒരു സ്കില്ലെന്ന് പറയുന്നത് വിൻസെൻ്റ് അങ്കിളുടെ മൾട്ടി ടാസ്കിങ് സ്കില്ലാണ്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് സൈക്കോളജിക്കൽ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് മൾട്ടി ടാസ്കിങ് അത്ര നല്ലൊരു കാര്യമല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയും മനോഹരമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് മൾട്ടി ടാസ്കിങ് ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം 24/7 ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോബാണ് വിൻസെൻ്റ് അങ്കിളുടെ. അതുപോലെ തന്നെ KCC UAE സജീവമാണ്. എനിക്ക് തോന്നുന്നു UAE ഒരുമാതിരിപ്പെട്ട എല്ലാ സംഘടനകളുടെയും സാധാ പ്രവർത്തകനല്ല, സജീവ പ്രവർത്തകനാണ് വിൻസെൻ്റ് അങ്കിൾ. പക്കാഫ് പോലെയുള്ള വലിയ വലിയ ഓർഗനൈസേഷൻസിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് വിൻസെൻ്റ് അങ്കിൾ. ഇതിലെല്ലാം ഉപരി ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ കഥ എഴുതും, കവിത എഴുതും. ഇതിനെല്ലാം അപ്പുറം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള കാര്യം, വിൻസെൻ്റ് അങ്കിളുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഫസ്റ്റ് ബർത്ത്ഡേ മെസ്സേജ് വരുന്നത് വിൻസെൻ്റ് അങ്കിളുടെ വകയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വിൻസെൻ്റ് അങ്കിളുടെ മറുപടി പ്രസംഗത്തിൽ ഇതിനൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വിൻസെൻ്റ് അങ്കിളുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തെ സ്മരിക്കാതിരിക്കാൻ വയ്യ. വിൻസെൻ്റ് അങ്കിളുടെ പ്രിയ പത്നി മിനി ആൻറ്റി, അതുപോലെ തന്നെ കുട്ടികളായിട്ടുള്ള നിഖിത, നെൽവിൻ, നവീൻ എന്നിവരെയും വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വിൻസെൻ്റ് ചേട്ടൻ ദുബായ്ക്കാരായ കുടുംബത്തോടൊപ്പം 25 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. ദുബായ് കുടുംബയോഗത്തിൻ്റെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിൻസെൻ്റ് അങ്കിളിന് ബൊക്കെ നൽകി ബെന്നി ചേട്ടൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും. പൊന്നാട അണിയിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു മിസ്റ്റർ ജോപ്പൻ ഫിലിപ്പ് മണ്ണാട്ടുപറമ്പിൽ ആൻഡ് ടോമി സൈമൺ നെടുങ്ങാട്ട്. വിൻസെൻ്റ് അങ്കിളിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിടുന്നതിനായിട്ട് വിൻസെൻ്റ് അങ്കിളുടെ സമകാലികരായിട്ടുള്ള ജോപ്പൻ അങ്കിളിനെ ടോമി ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ടോമി സൈമൺ നെടുങ്ങാട്ട്. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ജ്ഞാനായ സഹോദരങ്ങളെ, പ്രിയ മക്കളെ, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.
നീതു ഇവിടെ വളരെ കാര്യമായിട്ട് തന്നെ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് പറയേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിലും എൻ്റെ ഓർമ്മയിലെ വിൻസെൻറ്റിൻ്റെ ഒരു ചിത്രമുണ്ട്. അതുപോലെ പുള്ളിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. 1999 മാർച്ച് മാസത്തിൽ ദുബായ് ക്നാനായ കുടുംബയോഗത്തിൻ്റെ ഒരു ജനറൽ ബോഡി ദുബായിലെ റഷീദിയ പാർക്കിൽ വെച്ച് നടത്തുകയുണ്ടായി. അപ്പോൾ ഒരു വ്യക്തി 2 കുട്ടികളെയുമായിട്ട് അങ്ങോട്ട് വന്ന്, ഒരു കുട്ടി തോളിലും ഒരു കുട്ടി കൈ വിരലിലുമായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അന്ന് ജോപ്പൻ അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് കോർഡിനേറ്ററാണ്, ഞാൻ കമ്മിറ്റിയിലുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തി. പിന്നീട് അന്ന് ആ ജനറൽ ബോഡിയിൽ വെച്ച് വിൻസെൻറ്റിനെ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ 25 വർഷം ഈ കമ്മിറ്റിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ച വലിയ വീട്ടിൽ വിൻസെൻ്റ് എന്ന വിൻസെൻറ്റിന് ഈ കുടുംബയോഗത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. ആദ്യ കാലഘട്ടത്തിൽ പുള്ളിക്കാരൻ്റെ ജോലിയുടെ തിരക്ക് കാരണം എല്ലാ കമ്മിറ്റിയിലൊന്നും വരത്തില്ല. കാരണം കമ്മിറ്റി തുടങ്ങുന്ന സമയത്ത് പുള്ളി ഞാൻ വന്നോളാമെന്ന് പറയും. പക്ഷേ വരുന്ന വഴിക്ക് വിളിച്ച് പറയും, എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഞാൻ തിരിച്ചു വീഴണം, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളാൻ പറയും. അങ്ങനെ പിന്നെ പുള്ളി എല്ലാത്തിനും ഒന്നും സമയത്തിൻ്റെ സമയമില്ലാത്തതുകൊണ്ടാണ് പിന്നെ പുള്ളി വൈസ് പ്രസിഡൻ്റായി. വൈസ് പ്രസിഡൻ്റായിരുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ജോമി ഓട്ടപ്പള്ളി പ്രസിഡൻ്റായിരുന്ന സമയത്ത് പുള്ളിക്കാരൻ മിക്കവാറും ട്രാവലിംഗ് ആയിരുന്നു. ആ ട്രാവലിങ്ങിൻ്റെ സമയത്ത് മീറ്റിംഗൊക്കെ അഡ്രസ്സ് ചെയ്തിരുന്നത് വൈസ് പ്രസിഡൻറ്റ് വിൻസെൻ്റ് ആയിരുന്നു. പിന്നെ 2011 പുള്ളി പ്രസിഡൻ്റായി. അന്നാണ് നമ്മൾ ആനുവൽ നടത്തിയിരുന്നത്. എനിക്ക് വന്നേ നമ്മുടെ UAE ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ മുൻ KM മാണി സാറ് വന്ന് ആനുവലിന് പങ്കെടുക്കുകയുണ്ടായിരുന്നു. പിന്നീട് KCC UAE കോർഡിനേറ്ററായി, KCC UAE ചെയർമാനായി, മിഡിൽ ഈസ്റ്റിൻ്റെ വൈസ് ചെയർമാനായി, DKCCയിലെ ജോയിൻറ്റ് സെക്രട്ടറിയായി ഒക്കെ പ്രവർത്തിച്ചു. ആ സമയത്ത് ഞാനും ജോപ്പനും പുള്ളിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് മുമ്പേ ദുബായിലെ ഒരു ലാൻഡ്മാർക്കായിരുന്നു നമ്മുടെ ബുർജൽ അറബ് ഹോട്ടൽ. ഇപ്പോഴും ഉണ്ട്. അന്ന് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പം അവിടെ പോകണമെങ്കിൽ നമ്മൾ വിൻസെൻറ്റിനെ വിളിക്കും. വിൻസെൻ്റ് എങ്ങനെയാണ് അവിടെ നിന്ന് പോകാൻ പറ്റുമോ? വിൻസെൻറ്റിൻ്റെ സോഴ്സ് നോക്കിയിട്ട് വിൻസെൻ്റ് ആൾക്കാരെയൊക്കെ പറഞ്ഞവിടെ കൊണ്ടുപോകും. ആ കെയർ ഓഫ് ഞാനൊരു 4-5 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. കാരണം നമ്മുടെ അഭിയന്ത കുന്നശ്ശേരി പിതാവ്, മൂലക്കാട്ട് പിതാവ്, പണ്ടാരശ്ശേരി പിതാവ്, ഇവരൊക്കെ വരുമ്പം വിൻസെൻറ്റിന് പോകാൻ സമയമില്ല. അവരെയൊക്കെ കൂട്ടി ഞാനും മറ്റുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വിൻസെൻറ്റിനൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നീതു സൂചിപ്പിച്ച പോലെ സർവകലാ വല്ലവനാണ്. കാരണം കഥ, കവിത, സംഗീതം, അഭിനയം, അതുപോലെ എല്ലാത്തിലും ഒരു നല്ല ഒരു പുള്ളിക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞങ്ങളുടെ ദുബായ് കമ്മിറ്റിയിലെ സെക്രട്ടറിമാർക്കൊക്കെ പുള്ളിക്കൊരു പേടി സ്വപ്നമാണ്. കാരണം സെക്രട്ടറിമാർ റിപ്പോർട്ട് വായിക്കുമ്പോൾ പുള്ളി അതിൻ്റെ പോരായ്മകൾ കണ്ടുപിടിച്ച് അതെന്നാലും തന്നെ കറക്റ്റ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് വിൻസെൻ്റ് വരുന്നതിന് മുമ്പ് റിപ്പോർട്ട് വായിച്ചിട്ട് തീർക്കണം എന്നുള്ള ഒരു രീതിയിലാണ്. ഇനി അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയൊക്കെ പുള്ളിക്കാരന് ഓർത്തിരുന്ന് ഗ്രൂപ്പിലിടാറുണ്ട്. എനിവേ 25 വർഷം പൂർത്തീകരിച്ച വിൻസെൻറ്റിന് ഇനിയും പല ഉയരങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിൻസെൻറ്റിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടോമി അങ്കിൾ. വിൻസെൻ്റിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഷെയർ ചെയ്യുവാനായിട്ട് ശ്രീ ജോപ്പൻ ഫിലിപ്പ് മണ്ണാട്ടുപറമ്പിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ. തിരുവോണപ്പുലരീതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ ജ്ഞാനായരണിഞ്ഞൊരുങ്ങി. എല്ലാവർക്കും തിരുവോണത്തിൻ്റെ ആശംസകൾ.
സമയം അധികം കളയുന്നില്ല, സമയം ലേറ്റായി. എപ്പോഴാണ് ശാപ്പാടെപ്പോഴാണ്? 1 മണി. അപ്പോൾ ഇനി ഇടയ്ക്ക് വലിയ ടൈമല്ലോ, പിള്ളേരുടെ എൻ്റർടൈൻമെൻറ്റൊക്കെ കാണണം. ഞാൻ ആലോചിക്കുമായിരുന്നു 91 ഞങ്ങൾ പതർച്ചയുണ്ട് കേൾക്കാം ജ്ഞാനായ അസോസിയേഷൻ നമ്മളിവിടെ തുടങ്ങുമ്പോൾ ഞാനിപ്പോൾ ഓർത്ത് ഇന്ന് വരുമ്പം 91 തുടങ്ങിയ കാര്യം പറയുമ്പോൾ എൻ്റെ കൂടെ ആരൊക്കെയുണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒന്ന് ഏറ്റു തന്നെ കുഞ്ഞുവാൻ ചേട്ടൻ, ചേച്ചി. കാരണം 91 തുടങ്ങിയ ടോമി ഒന്നുണ്ടായിരുന്നു. ടോമി പിന്നെ അബുദാബിക്ക് പോയി. പിന്നെ ഞങ്ങൾ 3 പേരും അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു. 91 തുടങ്ങിയ ഒരു 10-15 ഫാമിലിക്കകത്ത് ദൈവം സഹായിച്ച് ഞങ്ങൾ 3 ഇപ്പോഴും ഉണ്ട്. 95 ഒരു ബ്രേക്കിന് ശേഷം 98 ദുബായ് ജ്ഞാനായ അസോസിയേഷൻ ഞങ്ങൾ ലീഡ് ചെയ്ത് തുടങ്ങി. അപ്പം അന്ന് മുതലുള്ള പാർട്ടിസിപ്പൻസ് മെമ്പേഴ്സാണ് പിന്നെ അതിൻ്റെ തായ്വേരായിട്ട് ഇന്ന് വരെ നിന്നത്. അത് 98 ടോമി ഉണ്ടായിരുന്നു, അന്ന് തന്നെ കമ്മിറ്റിയിൽ വന്നു. 98 വിൻസെൻ്റ് ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അതാ 98 വിൻസെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ടോമി പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റ് കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ അന്നത്തെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഞങ്ങൾ കമ്മിറ്റിക്കാരുണ്ടാക്കിയിട്ട് ഞാനാണ് ഈ 120 പേരെ 150 പേരെ ഈ എൻ്റർടൈൻമെൻറ്റ് കോർഡിനേറ്റർ എന്നുള്ള ഒരു വ്യക്തി ഞാൻ തന്നെയാണ് എല്ലാവരെയും വിളിക്കുന്നതും പ്രോഗ്രാമിന് വരാൻ പറയുന്നതും എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നതും. ആ ഒരു 5 വർഷം അങ്ങനെയായിരുന്നു. പിന്നെ 2002 ഞാൻ പ്രസിഡൻ്റായി, ടോമി സെക്രട്ടറിയായി, വിൻസെൻ്റ് വൈസ് പ്രസിഡൻ്റായി. അതിനുശേഷമാണ് ആ സ്റ്റൈലുകളൊക്കെ മാറ്റി വിളിക്കുന്നതൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പോയത്. അപ്പം വിൻസെൻ്റ് 90 കുറേ വർഷം നിങ്ങൾക്കറിയാം വിൻസെൻറ്റിൻ്റെ ജോലി നമ്മുടെ റൂളേഴ്സ് ഓഫീസിലാണ്. അപ്പോൾ അത് കണക്റ്റഡായിട്ട് ബിസിയാണ്. അപ്പം വിൻസെൻ്റ് വൈസ് പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ നിലനിൽക്കുകയും എൻ്റെയും ടോമിയുടെയും ഉത്തരവാദിത്തത്തിൽ അന്ന് മറ്റുള്ളവരുമായിട്ട് മുന്നോട്ട് പോകുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ വിൻസെൻറ്റിനെ ഫോൺ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നു. വിൻസെൻറ്റിന് അന്ന് കമ്മിറ്റിയിലൊന്നും വരാൻ പറ്റുന്നില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞാണ് വിൻസെൻ്റ് ആക്റ്റീവായിട്ട് വന്നത്. പക്ഷേ വിൻസെൻറ്റിൻ്റെ ഒരു അഡ്വൈസും റെക്കമെൻഡേഷനും ഞങ്ങൾ എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിൻസെൻറ്റും ടോമിയും ഞാനും അതുപോലെ ഞങ്ങൾ സീനിയേഴ്സായിട്ടുള്ള ഒരു കുറച്ച് പേരുടെ ഒരു കഷ്ടപ്പാടിൻ്റെയും ഞങ്ങളുടെ അന്നത്തെ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഫലമാണ് ഇന്നൊരു നല്ല ഒരു സംവിധാനം ഇന്നിവിടെ ഉള്ളത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നീതു പറഞ്ഞ പോലെ പല ക്വാളിറ്റിയുള്ള വിൻസെൻറ്റിന് വേറൊരു ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ 2-3 ദിവസം മുമ്പ് പേപ്പർ വായിച്ചായിരുന്നോ? 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടി സിലബസ് കണ്ടു കഴിഞ്ഞപ്പം എല്ലാം ഈസിയാണ്. അപ്പോൾ പേരൻസുമായിട്ട് പ്രിൻസിപ്പാളിനെ കണ്ടു, 12th എക്സാം എഴുതി സ്കിപ്പ് ചെയ്ത് പാസ്സായി. ആരെങ്കിലും വായിച്ചായിരുന്നോ? ഇല്ല. ഒരു കഴിഞ്ഞ ആഴ്ചത്തെ ഗൾഫ് ന്യൂസിലുണ്ടായിരുന്നു. അതുപോലെ ഞാൻ അറിയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള 1-2 പേര് എനിക്കറിയാം, ഞാൻ പേര് പറയുന്നില്ല. 1ാം ക്ലാസ്സിൽ പഠിക്കാതെ, നഴ്സറി പഠിക്കാതെ 2ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അമ്മ പഠിപ്പിച്ചിട്ട് 2ാം ക്ലാസ്സിൽ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ കമ്മിറ്റിയിൽ വരിക, സെക്രട്ടറി ആകുക, പ്രസിഡൻ്റ് ആകുക, പിന്നെ UAE കോർഡിനേഷൻ്റെ കമ്മിറ്റി ആകുക, UAE പ്രസിഡൻ്റ് ആകുക, മിഡിൽ ഈസ്റ്റിൻ്റെ സെക്രട്ടറി ആകുക, മിഡിൽ ഈസ്റ്റ് പ്രസിഡൻ്റ് ആകുക. ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. വിൻസെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രം എക്സെപ്ഷണലായിട്ട് ഞാനും ടോമിയും കൂടി പല കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് ഈവൻ മിഡിൽ ഈസ്റ്റിൻ്റെ ചെയർമാനാകാതെ വിൻസെൻറ്റിനെ ഞങ്ങൾ ഗ്ലോബൽ കോർഡിനേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആക്കി. അപ്പം അങ്ങനെയുള്ള ഒരു എക്സെപ്ഷണൽ കഴിവുള്ള ഒരു വ്യക്തിയാണ് വിൻസെൻ്റ് കൂടി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ മലയാളം, ഞാൻ ഉഴൂർ കോളേജിൽ ഞങ്ങളെല്ലാം ഒരു കോളേജാണ്. ഞാൻ ഹിന്ദിയാണ് പഠിച്ചത്, പക്ഷേ വിൻസെൻ്റ് മലയാളം. അപ്പം മലയാളമാണ്. കാരണം വിൻസെൻറ്റിൻ്റെ ഫ്രണ്ട്സും കുറേ പേരുമായിട്ട് നമ്മൾ 99 ഉഴൂർ കോളേജ് അലുമിന് തുടങ്ങി. 99 ഇവരിങ്ങനെ തുടങ്ങണമെന്ന് 2-3 വർഷമായിട്ട് ഇവർ വലിയൊരു ടീമുണ്ട്, ഇവർ ഒന്നിച്ച് പഠിച്ച്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ തോമസുട്ടി സാർ വടാത്തലയോട് വരുന്നു. അപ്പം ഞാൻ ബ്രദേഴ്സ്, കസിന്, ജിറ്റൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ കുറേ പേര് ഉഴൂർ കോളേജിലെ പ്രോഡക്റ്റാണ്. അപ്പം ഞങ്ങൾ 10-15 പേരും വിൻസെൻറ്റിൻ്റെ ടീമും കൂടെ കൂടി 2002 അതെ ഞങ്ങൾ ഉഴൂർ കോളേജ് അലുമിനി ഉദ്ഘാടനം ചെയ്യുന്നു. അത് ആക്റ്റീവായിട്ട് അന്നും എന്നും കണ്ടിന്യൂ ചെയ്യുന്നു പോകുന്ന വിൻസെൻ്റാണ്. വിൻസെൻ്റ് ഇപ്പം അക്കാഫിൻ്റെ പൊസിഷനിൽ നിങ്ങളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. എനിവേ, മൾട്ടി ടാലൻ്റുള്ള വിൻസെൻറ്റിന് ഇനിയും വളരെയധികം പൊസിഷൻസ് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുണ്ട്. അപ്പം വിൻസെൻ്റ് ആക്റ്റീവായിട്ട് ഫാമിലിയായിട്ട് കൂടുതൽ വർഷങ്ങൾ മുന്നോട്ട് പോട്ടെ. അതുപോലെ ഒരു 10-25 വർഷം കൂടി മിഡിൽ ഈസ്റ്റ് ചെയർമാനാകണം, ഗ്ലോബൽ കോർഡിനേഷൻ്റെ ചെയർമാനാകണം. പല പൊസിഷനും വിൻസെൻറ്റിന് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്.
എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. ഈ ക്നാനായ കമ്മ്യൂണിറ്റിയുടെ, ദുബൈയുടെ അല്ലെങ്കിൽ UAE-യുടെ, മിഡിൽ ഈസ്റ്റിൻ്റെ, ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ തായ്വേരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വിൻസെൻ്റ് മുന്നോട്ടും കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ജോബൻ അങ്കിൾ. വിൻസെൻ്റ് അങ്കിളിന് മൊമെൻറ്റോ നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു KCC ദുബായ് പ്രസിഡന്റ് തുഷാർ ജോസ് കണിയാമ്പറമ്പിൽ, ദുബായ് സെക്രട്ടറി മിസിസ് കുഞ്ഞുമോൾ ജോസഫ് ആൻഡ് ദുബായ് ട്രഷറർ മിസ്റ്റർ AB തോമസ്. താങ്ക് യു ഓൾ. ഇപ്പോൾ ജോബൻ അങ്കിൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പരീക്ഷയൊക്കെ വളരെ എളുപ്പത്തിൽ പാസ്സാകുന്ന വ്യക്തിയാണ് വിൻസെൻ്റ് അങ്കിൾ. അപ്പം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വിൻസെൻ്റ് അങ്കിളുടെ 25 വർഷത്തെ പ്രവൃത്തി ഇവിടെ പറയുന്നതായിരിക്കും. പ്രിയപ്പെട്ട ദുബായ് KCC കുടുംബനാഥൻ തുഷാർ, സെക്രട്ടറി കുഞ്ഞുമോൾ, മറ്റ് എല്ലാ ഭാരവാഹികളും, പ്രിയപ്പെട്ട ക്നാനായ സുഹൃത്തുക്കളെ, ഇവിടെ ദുബായ് KCCയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഷിബു വേലിയാത്ത് ഇടയ്ക്ക് പറയാറുണ്ട്, ഈ പുകഴ്ത്തലുകളൊക്കെ കേൾക്കണമെങ്കിൽ അത് നമുക്ക് അറിവും കഴിവുമൊക്കെ ഉള്ള സമയത്തിരുന്ന് കേൾക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊക്കെ ഇവിടുന്ന് കടന്നു പോകുന്ന സമയത്ത് ചരമപ്രസംഗത്തിൽ കേൾക്കുന്ന പോലെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കാണത്തില്ല എന്ന് പറയും. അതുപോലെ ഇത്ര മനോഹരമായിട്ട് എന്നെക്കുറിച്ച് ഞാൻ അറിയുന്നതിൽ കൂടുതൽ വൃത്തിയായിട്ട് മനോഹരമായിട്ട് ഇവിടെ സംസാരിച്ച് എല്ലാവർക്കും ആദ്യമേ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. സച്ചിൻ പറഞ്ഞു, പ്രസംഗം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ പുതിയ തലമുറയിൽ സച്ചിനെ പോലെ ഇപ്പോൾ ഈ സ്റ്റേജിൽ ആദ്യമായിട്ടാണ് ഞാൻ ആശംസാ പ്രസംഗം നടത്തുന്നത്. സച്ചിൻ പറഞ്ഞു, സച്ചിൻ KCSL-ൻ്റെ ആ രീതിയിലേക്ക് കടന്നു വന്ന ആ ഒരു മാർഗം എന്ന് പറയുന്നത് ജോപ്പൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇവിടുന്ന് നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന ഒരു സാഹചര്യം KCC ദുബായിയെ നമ്മൾ എങ്ങനെ ഇവിടെ വരെ എത്തിച്ചു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ KCWA-യുടെ ഭാരവാഹികളും KCWA-യുടെ UAE കോർഡിനേറ്ററായിട്ട് LV-യും KCWA-ക്ക് ദുബായിയുടെ യൂണിറ്റും അതുപോലെ KCSL കിഡ്സ് ക്ലബ്ബ് വരെ നമ്മുടെ ഇവിടുത്തെ ഓരോ സംഘടനാ തലത്തിലേക്ക് നമ്മളുടെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തർ ചെയ്തു വന്നതിൻ്റെ ബാക്കി പത്രം എന്ന നിലയിലാണ് ഇന്ന് ദുബായ് ക്നാനായ കുടുംബയോഗം ഇന്ന് ഇത്രയും മനോഹരമായ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. ഇവിടെ കൂടുതൽ സംസാരിച്ച് ഇനിയും സമയം കളയുന്നില്ല. കാരണം ഇവിടെ കുട്ടികളൊക്കെ ഇപ്പോൾ തന്നെ സംസാരിക്കും. അവർക്കൊന്നും ഇതിലൊന്നും ഒരു താല്പര്യമില്ല. അവർക്ക് ഇനി സ്റ്റേജിൽ പ്രോഗ്രാം ഇടുന്നത് കാണണം, അതൊക്കെയാണ് അവർക്ക് വേണ്ടത്. നമ്മൾ ഈ സംസാരിച്ച് ബോറടിപ്പിക്കുക എന്ന് പറയുന്നത് പ്രസംഗകരുടെ ഒരു ജോലിയാണ്. പക്ഷേ അതില്ലാതെ പറ്റുകയുമില്ല. ഇതുപോലൊരു സംഘടന കൊണ്ടുപോകുമ്പം കുറച്ചൊക്കെ അത് ആയിട്ടേ പറ്റുകയുള്ളൂ. എന്നെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു, നീതു എന്നോട് ചോദിച്ചു, മറുപടി പ്രസംഗത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് ഈ അപ്ഡേറ്റ് ആകുക എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പാഷനായിട്ടാണ് കൊണ്ടു നടക്കുന്നത് അപ്ഡേറ്റ് ആകുക എന്ന് പറയുന്നത്. അപ്ഡേറ്റ് ആകുന്നതുകൊണ്ട് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, നമുക്ക് എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുമ്പോട്ട് പോകാനൊരു എന്തെങ്കിലും ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജോഷി, നമ്മുടെ മുൻ പ്രസിഡന്റ് ജോഷി എനിക്കിട്ട പേരാണ്. എൻ്റെ ഫുൾ പേര് VC വിൻസെൻ്റ്, വലിയ വീട്ടിൽ ചുമ്മാർ വിൻസെൻ്റ് എന്നാണ്. ജോഷി അന്നത്തെ 2011 ടോമി പറഞ്ഞ മാണിസാറും കൊച്ചുപിതാവും ഉണ്ടായിരുന്ന പിണർശ്ശേരി പിതാവും ഉണ്ടായിരുന്ന ആ ആനുവലിൽ ജോഷി എന്നെ വിശേഷിപ്പിച്ചതാണ് വലിയ വീട്ടിൽ ചുമ്മാതിരിക്കാത്ത വിൻസെൻ്റ് എന്ന്. സത്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രയോഗം തന്നെയാണ്. കാരണം എൻ്റെ കുടുംബത്തിനും അറിയാം, ഒരു ദിവസം വീട്ടിൽ ഞാൻ അരമണിക്കൂർ രാവിലെ കണ്ടെങ്കിൽ മിനി ചിരിക്കുന്നുണ്ട്. അരമണിക്കൂർ രാവിലെ കണ്ടാൽ ചോദിക്കും, ഇന്ന് പരിപാടിയൊന്നുമില്ല, ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഇരിപ്പാണെന്ന് ചോദിക്കും. ആദ്യകാലത്ത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് 4-5 വർഷത്തേക്കൊക്കെ പിടിച്ചു നിർത്താനൊക്കെ നോക്കി, പിന്നെ വിട്ടു. ഇതിനിപ്പോൾ ഇത് നമുക്കുള്ളതല്ല, ഇത് എന്നോട് പറയും ഇത് പബ്ലിക്കിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്, ഇനി ഞാനത് നോക്കുന്നില്ല എന്ന് പറയും. അങ്ങനെ അപ്പം മുമ്പേ നീതുവും പറഞ്ഞു, LV പ്രസംഗത്തിൽ പറഞ്ഞു, ഏത് കാര്യത്തിലും വനിതകളെ മുന്നോട്ട് നയിക്കണമെങ്കിൽ നിങ്ങൾ ആണുങ്ങളുടെ കൂടെ സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആണുങ്ങളെ മുമ്പോട്ട് നയിക്കുന്നതിന് വനിതകളുടെ കൂടി സപ്പോർട്ട് ആവശ്യമാണ്. ഇന്ന്
എനിക്ക് രണ്ട് കാര്യങ്ങളുള്ളൂ ഈ ദുബായ് കുടുംബത്തിൽ നിങ്ങളോടൊന്ന് പറയാനുള്ളൂ. ഒരു കാര്യം എനിക്ക് ഇവിടുത്തെ പുതിയ തലമുറയോടാണ്, ദ ന്യൂ ജനറേഷൻ, യങ് ജനറേഷൻ. അവർ ഇപ്പോഴത്തെ നമ്മൾ സമുദായത്തെക്കുറിച്ചൊക്കെ ഒത്തിരി പഠിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ദേ ആർ സ്റ്റാർട്ടഡ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് നൗ. നമ്മുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചും നമ്മുടെ തനിമയെക്കുറിച്ചും നമ്മുടെ പ്രത്യേകതകളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും. മുമ്പൊക്കെ നമ്മൾ ക്നാനായ സമുദായം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും ആരും പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല, ദേ ആസ്ക് ക്വസ്റ്റ്യൻസ്. അങ്ങനെ പുതിയ തലമുറ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമ്മളുടെ ജനറേഷൻ കൂടി തയ്യാറാകണം. അതോടൊപ്പം അവരെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് മാക്സിമം സാധിക്കുക എന്നുള്ളതല്ലാതെ അവരെ ഒന്നിലേക്കും നിർബന്ധിച്ച് ഒന്നും ചെയ്യിക്കരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇത്രയും വർഷത്തെ എൻ്റെ അനുഭവം കൊണ്ട് പുതിയ തലമുറയിലേക്ക് നമ്മൾ കണ്ടുപിടിച്ചൊരു കാര്യം അതാണ്. നമ്മുടെ സംസ്കാരവും തനിമയും പാർന്നു കൊടുക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക, പറഞ്ഞു കൊടുക്കുക. പക്ഷേ അതിലുപരി അവരിൽ അത് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന ശ്രമം ഒരുപക്ഷെ വിപരീതമായ ഫലമുണ്ടാകും. അതുകൊണ്ട് അവരെ നമുക്ക് സാധിക്കുന്ന പോലെ പറഞ്ഞു കൊടുക്കുക. പിന്നെയുള്ളതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം, വരുന്ന പോലെ വരട്ടെ എന്ന് മതി വിടുക. ഇന്നത്തെ ഒരു ജനറേഷനിൽ അത് സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ KCVL മീറ്റിങ്ങിൽ തുഷാർ ഒരു കാര്യം ഇതുപോലെ സൂചിപ്പിക്കുകയുണ്ടായി. ക്നാനായ സമുദായത്തിൻ്റെ ഭാവി എന്താണ്, ക്നാനായ സമുദായത്തിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മുമ്പോട്ടൊക്കെ കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും. തുഷാർ തന്നെ പറഞ്ഞതിൻ്റെ മറുപടി തന്നെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മറുപടിയാണ് തുഷാർ തന്നെ പറഞ്ഞത്. അതായത് ഇതൊരു സംസ്കാരമാണ്, ഇതൊരു കൾച്ചറാണ്. ഇത് കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുന്നവർ കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ അങ്ങ് തീരുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം AD 345 വന്നൊരു സമൂഹം ഇപ്പോൾ 1687 വർഷത്തോളമായി. നമ്മൾ 2024 കുറേ പേരൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം, കുറേ പേര് മിക്സ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇന്നും നമ്മുടെ സംസ്കാരം ഇന്നും തുടർന്നു പോകുന്നുണ്ട്. കുന്നശ്ശേരി പിതാവും മൂലക്കാട് പിതാവും സിനഡിൽ ഒരിക്കൽ ഇവരോട് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഈ സമുദായം എത്ര കാലം നിലനിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ കുന്നശ്ശേരി പിതാവ് അതിനുശേഷം മൂലക്കാട് പിതാവും പറഞ്ഞ ഒരേ ഒരു ഉത്തരം, ഒരാണും പെണ്ണും ക്നാനായ സമുദായത്തിൽ ഉള്ളിടത്തോളം കാലം ഈ സമുദായം ഉണ്ടായിരിക്കുമെന്നാണ്. അതുതന്നെയുള്ള നമുക്കും പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കാനും ഉള്ളത്. പിന്നെ എൻ്റെ യങ് ജനറേഷൻ കുട്ടികളോട് എനിക്കൊരു ഉപദേശം പറയാനുള്ളത്, നീതു പ്രസംഗത്തിൽ ആദ്യത്തെ ഇതിൽ പറഞ്ഞ ഇൻട്രഡക്ഷനിൽ ഞാൻ അപ്ഡേറ്റ് ആണ്, കാര്യങ്ങൾ ഇതുപോലെ പല കാര്യങ്ങളും അറിയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഡീൽ ചെയ്യുന്നത് വിവിധ തരത്തിലുള്ള ജനറേഷനുമായിട്ടാണ്. ഒരു നമ്മുടെ വലിയ ആൾക്കാരും യങ്സ്റ്റേഴ്സും അതോടൊപ്പം കുട്ടികളും അവരുടെയൊക്കെ കൂടെ നമ്മൾ ഇപ്പോൾ ഞാൻ അംഗമായിരിക്കുന്ന ഓൾ കേരള കോളേജ് അലുമിനി ഫോറത്തെക്കുറിച്ച് ജോപ്പൻ പറഞ്ഞു. ആ സംഘടനയിലും ഇതുപോലെയാണ്. അവരൊക്കെ പറയും വിൻസെൻ്റ് ചേട്ടൻ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വൈബ് ഞങ്ങൾക്കൂടെ കൂടി പകർന്നു തരുമെന്ന് പറയും. അത് പക്ഷേ മറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെയൊക്കെ ചെറുപ്പക്കാരുടെ കൂടി കഴിയുമ്പോൾ നമ്മുടെ ആ പ്രായം ചെറുപ്പത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ എന്നെ ഏത് സമയത്തും ഇതുപോലെ ആക്റ്റീവായിട്ട് നിർത്താൻ സഹായിക്കുന്നത്. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞാൻ ഓൾ കേരള കോളേജ് അലുമിനി ഫോറത്തിൻ്റെ ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ. അവിടെ അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവിടെ ബ്യൂട്ടി പേജൻ്റ് മലയാളി മംഗ പുരുഷ കേസരി മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുരുഷ കേസരി മത്സരത്തിൽ വന്ന ഒരു മത്സരാർത്ഥി ഇവിടുത്തെ ഒരു ബിസിനസ്സുകാരാണ്. ആ മത്സരാർത്ഥിയോട് ജഡ്ജി ചോദിച്ചു, നിങ്ങൾക്ക് സക്സസ് എന്ന് പറയുന്നത് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് സക്സസ്, എന്താണ് സക്സസിൻ്റെ മാനദണ്ഡം? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, സക്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇവോൾവിങ്. സക്സസ് ഒരു ലക്ഷ്യമല്ല, ഇറ്റ്സ് നോട്ട് എ ഗോൾ, ബട്ട് ഇറ്റ്സ് ആൻ ഓൺ ഗോയിങ് ജേർണി. അതുതന്നെയാണ് എനിക്ക് കുട്ടികളോടും പറയാനുള്ളത്. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക, നിങ്ങൾക്ക് കഴിയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക. ഞാനൊക്കെ ഉദ്ദേശിച്ച തലത്തിൽ ഒന്നുമല്ല എൻ്റെ ലക്ഷ്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിലല്ല ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ കാലം നമ്മളെ ഓരോ സ്ഥലത്തോട്ട് എത്തിക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ നീന്തി ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം നടത്തിത്തരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. എന്നെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾക്കും പ്രത്യേകം നന്ദി വരുന്നു. അതോടൊപ്പം ജോപ്പനെയും ടോമിയെക്കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാനിവിടെ വന്ന് ദുബായ് ക്നാനായ കുടുംബയോഗത്തിൽ കയറുന്ന സമയത്ത് 98 വന്നുള്ള 99 കമ്മിറ്റിയിലേക്ക് കയറുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളിലും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഇവരുടെ പാതകൾ പിന്തുടർന്നാണ് ഞാൻ ഓരോ ഇതിലേക്കും വന്നുകൊണ്ടിരുന്നത്. ജോപ്പൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഗ്ലോബലി ഓൾ ഡയസ്പോറ ക്നാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ജോയിൻറ്റ് സെക്രട്ടറി ആകുന്ന സമയത്ത് ജോപ്പനും ടോമിയും ഒക്കെ സീനിയറായിരുന്നു. പക്ഷെ അവർ അങ്ങോട്ട് പറഞ്ഞു വിടുകയായിരുന്നു. അവർക്ക് വരേണ്ട പോസ്റ്റുകളാണ് എന്നെ ഏൽപ്പിച്ചത്. ആ ഒരു വിശ്വാസവും ഒരു ധൈര്യവും എനിക്ക് തന്നതും അതിന് പ്രത്യേകം ഇവർക്കെല്ലാം നന്ദി പറയുന്നു. KCCയുടെ ചെയർമാൻ ഇന്ന് നമ്മുടെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് പ്രത്യേകം ആശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരിക്കലും ഓണാശംസകൾ നേരുന്നു. നന്ദി. താങ്ക് യു വിൻസെൻ്റ് അങ്കിൾ. വിൻസെൻ്റ് അങ്കിളിൻ്റെ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ 2 കാര്യങ്ങൾ. വിൻസെൻ്റ് അങ്കിൾ ഒരു ലൈഫ് ലോങ് ലേണറാണ്. എല്ലാ ജനറേഷൻസുമായിട്ട് ഇടപെടുന്നത് വഴി വിൻസെൻ്റ് അങ്കിൾ അവരിൽ നിന്നും പഠിക്കുകയാണ്. വിൻസെൻ്റ് അങ്കിൾ പക്ഷേ ആകെപ്പാടെ ഒരു കുഴപ്പമേ ഉള്ളൂ, സമർത്ഥനായ വിദ്യാർത്ഥി ആയതുകൊണ്ട് എല്ലാ ചോദ്യത്തിനും 50 മാർക്കിനെങ്കിലും പഠിക്കും. പിന്നെ അത് 2 മാർക്കിലേക്ക് ചുരുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്.
അപ്പം താങ്ക് യു സോ മച്ച് വിൻസെൻ്റ് അങ്കിൾ. തീർച്ചയായിട്ടും 25 വർഷം ഒരു സംഘടനയുടെ ഭാഗമായിട്ടിരിക്കുക, അതിൽ സജീവമായിട്ടിരിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. വളരെ വളരെ സന്തോഷം, സ്നേഹം അറിയിക്കുന്നു. അടുത്തതായി KCWയുടെ ചില അപ്ഡേറ്റ്സുമായി എത്തുന്നു KCWA സെക്രട്ടറി മിസ്സിസ് ജേവ തോമസ്. എല്ലാവർക്കും KCWയുടെ പേരിലുള്ള ഓണാശംസകൾ നേരുന്നു. ദുബായ് KCWയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷങ്ങളാണിത്. നമുക്കറിയാവുന്ന പോലെ എല്ലാ യൂണിറ്റ്സിലെയും KCW മെമ്പേഴ്സിനെ ഒരുമിച്ച് ചേർത്ത് KCW UAE ബറുമറിയം 2024 എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. ഇതിൻ്റെ മുൻനിരയിൽ പ്രവർത്തിക്കുകയും ബറുമറിയം 2024ൻ്റെ ആദ്യ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത LV തുഷാർ നമ്മുടെ ദുബായ് KCWയുടെ അംഗമാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ബറുമറിയം 2024ൻ്റെ ഒരു പ്രൊമോ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി LV തുഷാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ KCWയുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് നമ്മുടെ 1 ഡേ പ്രോഗ്രാം ബറുമറിയം 2024. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ൽ വളരെ ചെറിയ രീതിയിൽ രൂപം കൊണ്ട നമ്മുടെ KCWയെ 2024 എത്തിയപ്പോൾ അതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ ആൻഡ് കോർ ടീം മെമ്പേഴ്സ് എന്നിവരടങ്ങുന്ന ഒരു വലിയ സംഘടനയായി മാറി. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റി നിലനിർത്തുന്നതിനായി ഒരു ലോഗോ വേണമെന്ന തീരുമാനമുണ്ടാവുകയും അത് KCCയെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ലോഗോ കോമ്പറ്റീഷൻ നടത്തുകയും നമുക്ക് ലഭിച്ച എൻട്രികളിൽ നിന്നും നല്ല വശങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു ലോഗോ ഡിസൈൻ ചെയ്യുകയും ചെയ്തു. ഈ ലോഗോ പ്രകാശനം ചെയ്യുന്നതിനായി നമ്മുടെ കുടുംബനാഥൻ തുഷാർ ജോസ് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാ കോർ ടീം മെമ്പേഴ്സും കടന്നു വരേണ്ടതാണ്. കോർ ടീം മെമ്പേഴ്സ് നിശ്ചയിച്ച് ഇവിടെ ഇല്ല. സിസ് ചേച്ചി, നമ്മുടെ സീനിയർ മെമ്പേഴ്സിനെയും കൂടെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ജെന്നി ചേട്ടാ, ജോപ്പൻ അങ്കിൾ ആൻഡ് ടോമി ചേട്ടായി. ഈ ലോഗോയെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം നൽകുന്നതിനായി ഡോക്ടർ ആതിരയെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. പേർഷ്യൻ ഗൾഫിൻ്റെ റാണി, പുരാതന പൈതൃകത്തിൻ്റെയും ആധുനിക വിസ്മയങ്ങളുടെയും സംഗമസ്ഥാനം ദുബായ്. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ദുബായിലെ ക്നാനായ കുടിയേറ്റ സമൂഹം ഇന്ന് സമർത്ഥരായ പുതുതലമുറയാൽ സജീവമാണ്. ഈ മനോഹര തീരത്ത് രൂപം കൊള്ളുന്ന ക്നാനായ വനിതകളുടെ കൂട്ടായ്മയായ ക്നാനായ കാത്തലിക് വിമൻസ് അസോസിയേഷൻ, ഈ പ്രസ്ഥാനത്തിൻ്റെ ലോഗോ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉൾക്കാഴ്ചകളും സ്വപ്നങ്ങളും പ്രതിഫലിക്കുന്നതാണ് അതിൻ്റെ എംബ്ലം. ഇവിടെ അവതരിപ്പിക്കുന്ന ലോഗോയിൽ ഭാവിയിലൂടെ സ്വപ്നാടനം നടത്തി വിജ്ഞാനത്തിൻ്റെ പിൻബലത്തോടെ വർത്തമാനത്തിൻ്റെ പ്രതീക്ഷകൾ സഫലമാക്കുന്ന ക്നാനായ വനിതയുടെ ചിത്രം മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാം. AD 345 മധ്യപൂർവ്വ ദേശത്തു നിന്ന് പായ്ക്കപ്പലിൽ യാത്ര ചെയ്ത് മലങ്കരയിൽ കുടിയേറിയ
ക്നാനായ ജനതയുടെ പരിച്ഛേദം ഇന്ന് ദുബായിലുമുണ്ട്. ഉത്സാഹവും അധ്വാനവും സഹനവും ഭാവമുദ്രകളായി സ്വീകരിച്ച ക്നാനായ വനിതകൾ ഈ സമൂഹത്തിൻ്റെ പുരോഗതിയിൽ ഗണ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ക്നാനായ ജനതയുടെ തനത് കലാരൂപമായ മാർഗം കളിയുടെ ഗീതങ്ങൾ പാടി നൃത്തം ചെയ്ത് അവർ കുടുംബത്തിനും സമുദായത്തിനും സന്തോഷവും പ്രത്യാശയും പകർന്നു. മൈലാഞ്ചിയിട്ട് സ്വയം വിശുദ്ധീകരിച്ച് കുടുംബജീവിതത്തിന് താളങ്ങൾ നെഞ്ചിലേറ്റി അവർ കുടുംബത്തിൻ്റെ വിളക്കായി തീർന്നു. വിദ്യാഭ്യാസം നേടി സ്വതന്ത്രരായിത്തീർന്ന ക്നാനായ പെൺകുട്ടികൾ വിവിധ പ്രൊഫഷണലുകളുടെ ലോകമെമ്പാടും സേവനം ചെയ്ത ഈ സമുദായത്തിലെ കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തിക അടിത്തറ പകർന്നു. കുടുംബജീവിതത്തിൻ്റെ മഹത്വവും മൂല്യവും പരിപാലിക്കുന്നതിൽ പരിശുദ്ധ കന്യകാമറിയത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെ അവർ പ്രകടിപ്പിക്കുന്ന തീക്ഷ്ണത അമ്മയും കുഞ്ഞുമെന്ന പ്രതീകത്തിലൂടെ സൂചകമാകുന്നു. ഇങ്ങനെ ക്നാനായ വനിതകളുടെ സമ്മിശ്രങ്ങളായ നേതൃഗുണങ്ങൾ സൂചിപ്പിക്കപ്പെടുന്ന ഈ ലോഗോ അഭിമാനപൂർവ്വം ഇതാ ഞങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു. We inspire, we are united, we empower. We are the Knanaya Catholic Women's Association of Dubai. Thank you. Thank you so much. താങ്ക് യു സോ മച്ച്. KCWA ലോഗോയുടെ സൃഷ്ടിയുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകം ഒരു വ്യക്തിയുടെ കാര്യം കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് മറ്റാരുമല്ല, മാസ്റ്റർ ക്രിസ് ബിജു കരുത്തേടത്ത്. KCWയുടെ ലോഗോയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി സജഷൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സബ്മിഷൻ നൽകിയത്, അതും വളരെ കുറച്ച് സമയത്തിൽ നിന്ന് തന്നെ നമുക്ക് നൽകിയത് ക്രിസ് ബിജു ആണ്. ക്രിസ് ബിജുവിന് KCWയുടെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തീർച്ചയായും നമ്മുടെ ലോഗോ ക്രിസിൻ്റെ ലോഗോ ആയിട്ട് ഒത്തിരി ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ക്രിസ്, പ്ലീസ് ബി ടു ദ സ്റ്റേജ്. ക്രിസ് ഇല്ലെങ്കിൽ ക്രിസിൻ്റെ അമ്മ ആരെങ്കിലും വന്ന് കളക്ട് ചെയ്യണം. ക്രിസിന് സമ്മാനം നൽകുന്നതിനായി KCWA പ്രസിഡന്റ് ശ്രീമതി രേഷ്മ മനുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ ലോഗോയുടെ ഒരു ഫൈനൽ ഡിസൈനർ അതാരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പ്രിയപ്പെട്ട KCWA ആക്റ്റീവ് മെമ്പർ ആയിട്ടുള്ള ശ്രീമതി ലിനറ്റ് ടോമിയാണ്. ഞങ്ങളുടെ ഒരു സ്നേഹം, ഒത്തിരി എഫേർട്ട് ആൻഡ് ഒത്തിരി ഹാർഡ് വർക്ക് ലിനറ്റ് അതിനുവേണ്ടി നൽകിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഒഫീഷ്യൽ ഡിസൈനർ ഓഫ് KCWA ലോഗോ ലിനറ്റ് ടോമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലിനറ്റിന് സമ്മാനം നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു KCWA UAE പ്രസിഡന്റ് ശ്രീമതി LV തുഷാർ. നമ്മുടെ KCCയുടെ ലോഗോയൊക്കെ റീഡിസൈൻ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഇനി ലിനറ്റിനെ സമീപിക്കാവുന്നതാണ്. ഇനിയുള്ള ഡിസൈൻസിനെല്ലാം ലിനറ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. KCWയുടെ ഈ വർഷത്തെ ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. നമ്മൾ KCWയുടെ ഇനിഷ്യേറ്റീവിൽ നമ്മളൊരു ബൈബിൾ ക്യൂസ് കണ്ടക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ സമ്മാനങ്ങളും കൂടെ ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിൾ ക്യൂസ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു രഞ്ജു മനോജ് പുളിയാനിൽ, സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ജിജി ബിബു മഴുവഞ്ചേരിൽ ആൻഡ് തേർഡ് പ്രൈസ് ഗോസ് ടു ഷിജി ബിജു കരുത്തേടത്ത്. ഫസ്റ്റ് പ്രൈസ് നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു KCWA സീനിയർ മെമ്പർ ആയിട്ടുള്ള സിനു ചേച്ചിനെ. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു രഞ്ജു മനോജ് പുളിയാനിൽ. ഞാൻ പേര് വിളിച്ചു പറഞ്ഞത് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കാനാണ്. രഞ്ജു മനോജ് പുളിയാനിൽ. സമ്മാനം നൽകുന്നതിനായി സിനു ചേച്ചിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുക. താങ്ക് യു സോ മച്ച്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ജിജി ബിബു മഴുവഞ്ചേരിൽ. സമ്മാനം നൽകുന്നതിനായി അൽഫോൺസ ചേച്ചിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
തേർഡ് പ്രൈസ് നൽകേണ്ടത് സിസ് ചേച്ചിയാണ്. സോ സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ജിജി ബിബു മഴുവഞ്ചേരിൽ. നന്നായിട്ട് കൈയടിക്കുക. ആൻഡ് തേർഡ് പ്രൈസ് ഗോസ് ടു ഷിജി ബിജു കരുത്തേടത്ത്. സമ്മാനം നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു കോർ ടീം മെമ്പറായിട്ടുള്ള സിസി ചേച്ചീനെ. അതുപോലെ തന്നെ KCWയുടെ മറ്റൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു ബൈബിൾ റൈറ്റിംഗ്. സമ്പൂർണ്ണമായിട്ട് ബൈബിൾ നമ്മൾ കൈകൊണ്ട് എഴുതുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല ഫേസസിലായിട്ട് നമ്മളത് സംഘടിപ്പിച്ചായിരുന്നു. അതിൻ്റെ ഫേസ് 1 നമ്മുടെ കൂട്ടത്തിലുള്ള 9 മെമ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അവർക്ക് സമ്മാനം നൽകുന്നതിനായി നമ്മുടെ KCW സീനിയർ മെമ്പേഴ്സായിട്ടുള്ള മിനി ചേച്ചിനെയും ഹെലൻ ആൻറ്റീനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ വിളിച്ചു പറയുന്ന അനുസരിച്ച് എല്ലാവർക്കും താഴെ വന്ന് നിൽക്കാം. ഷിജി ഷാജു, രഞ്ജു മനോജ്, സിനു അലക്സ്, ദീപ ജോൺസൺ, ജിജിമോൾ ജോസ്, സിന്ധു ജോബി, ഡെയ്സി മാത്യു, മഞ്ജു സജി ആൻഡ് ജിജി ജോസ്. നമ്മുടെ ഫേസ് 1 ബൈബിൾ റൈറ്റിങ്ങിൻ്റെ കംപ്ലീറ്റ് ആക്കിയവരാണ്. അതായത് എല്ലാ ഗോസ്പെൽസും സുവിശേഷങ്ങളെല്ലാം അവർ കൈകൊണ്ട് എഴുതി കംപ്ലീറ്റ് ചെയ്തു. പേര് വിളിക്കുന്ന അനുസരിച്ച് എല്ലാവരും സ്റ്റേജിലോട്ട് കയറി വരിക. ഷിജി ഷാജു, രഞ്ജു മനോജ്, സിനു അലക്സ്, ദീപ ജോൺസൺ. എല്ലാവരും സ്റ്റേജിലോട്ട് കിടന്നു, നമുക്ക് സമയം. ജിജിമോൾ ജോസ്, താങ്ക് യു ഹെലൻ ആൻറ്റി. അടുത്തത് സിന്ധു ജോബി, ഡെയ്സി മാത്യു, സിന്ധു ജോബി, ഡെയ്സി മാത്യു, ജിജി ജോസ്, മഞ്ജു സജി. മഞ്ജു ചേച്ചിയുടെ ആരെങ്കിലും? മഞ്ജു സജി. എല്ലാവരും കൂടെ സ്റ്റേജിലോട്ട് വന്നിട്ട് ഒരുമിച്ച് വരിക, നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഇവർ നമ്മുടെ ബൈബിൾ റൈറ്റിങ്ങിൻ്റെ ഫേസ് 1 കംപ്ലീറ്റ് ആക്കിയവരാണ്. അവരെല്ലാവരും കംപ്ലീറ്റ് ഗോസ്പെൽസ് കൈകൊണ്ട് എഴുതി. എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് ഒരുമിച്ച് കടന്നു വരുമോ? ഹെലൻ ആൻറ്റി ആൻഡ് മിനി ആൻറ്റി പ്ലീസ് ബി ഓൺ ടു ദ സ്റ്റേജ് വിത്ത് ദം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നമ്മുടെ KCC യൂണിറ്റിൽ നിന്ന് 10th-ലും 12th-ലും പാസ് ഔട്ടായ പിള്ളേർക്ക് മൊമെൻ്റ് കൊടുത്ത് ആദരിക്കുകയാണ്. അവരെല്ലാവരെയും ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻസ് പറയുന്നു. ആദ്യമായിട്ട് ഗ്രേഡ് 10 ഫസ്റ്റ് എലീസ ബിജു അറക്കൽ. സമ്മാനം നൽകുന്നതിനായി KCC UAE ചെയർമാൻ മിസ്റ്റർ ജോർജ് തോമസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എലീസ ബിജു. അടുത്തതായിട്ട് മെയ് മേരി ജെന്നി. പ്ലീസ് കം ടു നിയർ ടു ദ സ്റ്റേജ്. മെയ് മേരി ജെന്നി മാക്കിയിൽ. അടുത്തതായിട്ട് ജോസഫ് ജോളിൻ പ്ലാത്താനത്ത്. ജോസഫ് ജോളിൻ. താങ്ക് യു ചെയർമാൻ. അടുത്തതായി സമ്മാനം നൽകുന്നതിനായി നമ്മുടെ സീനിയർ മെമ്പർ ആയിട്ടുള്ള ജെന്നി ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജോളിൻ. ജോസഫ് ഇല്ലല്ലോ. ജോളിൻ.
അടുത്തത് മെലീസ തോംസൺ, ഗ്രേഡ് 10 മെലീസ തോംസൺ. അടുത്തതായിട്ട് ഗ്രേഡ് 12 ആണ് അലീസ ബിജു, അലീസ ബിജു കറുത്തേടം. അടുത്തത് ആൻഡ്രൂ സജി മാത്യു. താങ്ക് യു ജെന്നി ചേട്ടാ. അടുത്ത സമ്മാനം നൽകുന്നതിനായി KCC ദുബായ് വൈസ് പ്രസിഡന്റ് അലക്സാണ്ടർ കുര്യാക്കോസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അലക്സാണ്ടർ കുര്യാക്കോസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആൻഡ്രൂ സജി. അടുത്തതായിട്ട് ജുവൽ ജോൺ. അടുത്തത് ജുവൽ ജോൺ. നെക്സ്റ്റ് സിതാര ആൻഡ് ജോണി. അടുത്ത സ്റ്റേജിലേക്ക് കടന്നു വരിക സിതാര ആൻഡ് ജോണി. താങ്ക് യു അലക്സ് ചേട്ടായി. അടുത്തതായി സമ്മാനം നൽകുന്നതിനായി KCCയിലെ സീനിയർ മെമ്പർ ആയിട്ടുള്ള കുഞ്ഞുമോൻ ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിതാര ആൻഡ് ജോണി. അടുത്തത് നിയ മരിയ ഷാജി. നിയ മരിയ ഷാജി. പേരൻസ് ഉണ്ടോ നിയ മരിയ ഷാജി? താങ്ക് യു കുഞ്ഞുമോൻ ചേട്ടാ. അടുത്ത സമ്മാനം നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു KCC ദുബായുടെ ജോയിന്റ് സെക്രട്ടറി ബിജുമോൻ ചാക്കോ അറക്കൽ. സെവിൻ സാജു. സെവിൻ സാജു. സമ്മാനം നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്റർടൈൻമെന്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള ഷാജു ജോസഫ്. അടുത്തത് ടാനിയ മേരി തോമസ്. ടാനിയ മേരി തോമസ്. അടുത്തത് ആദിത്യ ഫിലിപ്പ്. താങ്ക് യു ഷാജ് ചേട്ടാ. സമ്മാനം നൽകുന്നതിനായി KCC ദുബായ് UAE അഡ്വൈസർ ശ്രീ മനു അബ്രാഹാം നടുവത്തറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് KCC മിഡിൽ ജോസഫ് ജോളിൻ. ഫാദർ ഇവിടെയുണ്ട്. ജോളിൻ. അടുത്തതായിട്ട് താങ്ക് യു മനു. അടുത്തതായിട്ട് KCC മിഡിൽ ഈസ്റ്റ് സമ്മാനം ബെസ്റ്റ് ക്യാമ്പർ അവാർഡ് ഈ പ്രാവശ്യം ജൂലൈയിൽ നടന്ന ചൈതന്യയിൽ നടത്തിയിരുന്ന KCC മിഡിൽ ഈസ്റ്റ് ക്യാമ്പിൽ ബെസ്റ്റ് ക്യാമ്പർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് നമ്മളുടെ എവലിൻ ഷാജിയാണ്. സമ്മാനം നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു KCC UAE മെമ്പറായിട്ടുള്ള മിസ്റ്റർ ലൂക്കോസ് തോമസ് എരുമേലിക്കര. എവലിൻ KCC MBയുടെ ദുബായ് ചൈതന്യയിൽ നടന്ന ക്യാമ്പിലെ ബെസ്റ്റ് ക്യാമ്പർ ആയിരുന്നു. അതായത് എല്ലാ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എല്ലാ കുട്ടികളിൽ നിന്ന് വന്ന് വൺ ഓഫ് ബെസ്റ്റ് ക്യാമ്പർ നമ്മുടെ ഫാമിലിയിലെ കുട്ടിയാണ്. സ്പെഷ്യൽ അപ്രീസിയേഷൻ. ആൻഡ് സൈചേട്ടായി നമ്മുടെ KCCയിലെ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള സൈചേട്ടൻ്റെ മകളാണ്. എല്ലാവരും നന്നായിട്ട് കൈയടിച്ച് എൻ്റയർ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ബെസ്റ്റ് ക്യാമ്പറാണ്. ആൻഡ് വി ആർ പ്രൗഡ്, വെരി മച്ച് പ്രൗഡ് ഓഫ് ഹർ. താങ്ക് യു സോ മച്ച്. ഇച്ചിരി നമ്മൾ തിരക്കിലാണ് പോകുന്നത്, കാരണം 1 മണിക്ക് സദ്യ നൽകണം എന്നായിരുന്നു ആഗ്രഹം. അടുത്തതായി 3 ദശാബ്ദത്തിലേറെയായി നമ്മുടെ ദുബായ് ജ്ഞാനായ കുടുംബയോഗത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ശ്രീ ഫിലിപ്പ് മണിത്തൊട്ടിയിൽ
ആൻഡ് അൽഫോൺസ ഫിലിപ്പ് മണിത്തൊട്ടിയിൽ എന്നിവർ സുദീർഘമായ ഇവിടുത്തെ സേവനത്തിന് ശേഷം ജീവിതത്തിൻ്റെ മറ്റൊരു ഫേസ് എൻജോയ് ചെയ്യുവാനായിട്ട് അവർ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ദുബായ് ജ്ഞാനായ കുടുംബയോഗത്തിൻ്റെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ഫിലിപ്പ് മണിത്തൊട്ടിയിൽ ആൻഡ് കുടുംബത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹാദരം സമർപ്പിക്കുന്നതിനായി KCCയിലെ സീനിയർ മെമ്പേഴ്സും KCC ദുബായ് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിൻസെന്റ് അങ്കിൾ, ടോമിച്ചേട്ട, ആൻഡ് ജോബൻ അങ്കിൾ, പ്ലീസ് ബി ഓൺ ടു ദ സ്റ്റേജ്. വളരെ സ്നേഹത്തോടെ 33 വർഷത്തിലേറെയായി നമ്മുടെ KCC ദുബായ് കുടുംബയോഗത്തിൻ്റെ ഭാഗമായിരുന്നു ഫിലിപ്പേട്ടനും അൽഫോൺസ് ചേച്ചിയും. അൽഫോൺസ് ചേച്ചി നമ്മുടെ വൺ ഓഫ് അവർ സീനിയർ നേഴ്സസ് ആണ്. ദുബായ് ഹോസ്പിറ്റലിലെ എൻ്റെ സീനിയർ കൂടിയാണ്. ഫിലിപ്പേട്ടൻ, അൽഫോൺസ് ചേച്ചി, സ്നേഹാദരം ഏറ്റുവാങ്ങാനായിട്ട് ഫിലിപ്പേട്ടൻ എത്തിയിട്ടില്ല. ഫിലിപ്പ് ഒരു അതെ 10-30 വർഷമായിട്ട് കമ്മിറ്റിയിലെ ആക്റ്റീവ് മെമ്പർ ഫാമിലിയാണ് കരുതുന്നു. ഇവരുടെ 3 പിള്ളേർ അഖിൽ, നിഖിൽ, നിക്കിറ്റ, അവരൊക്കെ ഒരു കാലത്തെ സ്റ്റാർസ് ആയിരുന്നു. അവരെല്ലാം ഇപ്പം പഠിത്തം കഴിഞ്ഞില്ലേ? അഖിൽ ഡോക്ടറായി എന്ന് പറഞ്ഞേ. ഒരാൾ MBBS കഴിഞ്ഞപ്പം നീറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ആള് നിഖിൽ ഫിലിപ്പ്, രണ്ടാമത്തെ ആള് അഖിൽ ഫിലിപ്പ്. അവന് ഇത് കഴിഞ്ഞ് മറ്റേ LLM പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നികിത ഇപ്പം BRക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഫൈനൽ ഇയർ. നമ്മുടെ ഇവിടുത്തെ 25% പൈസയും പോകുന്ന അൽഫത്തേമിലാണ്. അതിൻ്റെ അൽഫത്തേമിൻ്റെ സ്റ്റാഫാണ്, റിട്ടയർ ആയിട്ടോ. എല്ലാവിധ ആശംസകളും മുന്നോട്ടുള്ള ജീവിതത്തിൽ. ഇടയ്ക്കിടയ്ക്ക് ഇതിൽ വരണം കേട്ടോ. ഓക്കെ. താങ്ക് യു സോ മച്ച്. നന്ദി പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു KCC ദുബായിയുടെ എന്റർടൈൻമെന്റ് കോർഡിനേറ്ററായ ഷായു ചേട്ടനെ. ഏറ്റവും പ്രിയപ്പെട്ട ദുബായ് ജ്ഞാനായ കുടുംബാംഗങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് കടന്നു പോകുന്നത്. കേരളീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെയും ഒത്തുചേരലിൻ്റെയും വിളവെടുപ്പിൻ്റെയും ഒക്കെ ഒരു ആഘോഷമാണ്. കനായക്കായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും സഹോദര ബന്ധം നിലനിർത്തുവാനും നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും യുവജനങ്ങൾക്കും പരസ്പരം കണ്ട് സംസാരിക്കാനും ആ ബന്ധങ്ങൾ സുദൃഢപ്പെടുത്തുവാനുള്ള ഒരു അവസരം കൂടിയാണ്. ഈ ഓണം പൊന്നോണത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ദുബായ് ജ്ഞാനായ കുടുംബയോഗത്തിൻ്റെ കുടുംബനാഥനുമായിട്ടുള്ള ശ്രീ തുഷാർ കെ ജോസിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട KCC UAE ചെയർമാൻ ശ്രീ ജോർജ് തോമസ് നെടുന്തുരുത്തിയിൽ. KCC UAEയുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ചിട്ടയോടെ മികവോടെ നടത്തപ്പെടുന്ന ചെയർമാന് ദുബായ് ജ്ഞാനായ കുടുംബയോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.
ഇവിടെ വേദിയിൽ KCC ദുബായിയുടെ കീഴിലുള്ള വിവിധ പോഷക സംഘടനയുടെ കോർഡിനേറ്റേഴ്സ്, KCC UAE പ്രസിഡന്റ്, സീനിയർ മെമ്പേഴ്സ് എല്ലാവർക്കും KCC ദുബായ് പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമത്തിൻ്റെ വിജയത്തിനായി ഒത്തിരി ആളുകൾ അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട്. എന്നോടൊപ്പം എൻ്റർടൈൻമെൻറ്റ് കോർഡിനേറ്റേഴ്സ്, കമ്മിറ്റി മെമ്പേഴ്സ്, KCYL മെമ്പേഴ്സ്, KCWA മെമ്പേഴ്സ് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസിനായി വീട് തന്ന് സഹായിച്ച ഒത്തിരി പേരുണ്ട്. അവരെയും വളരെയധികം നന്ദിയോടെ ഓർക്കുന്നു. നമുക്കിവിടെ പുറത്ത് വളരെ ഭംഗിയായി ഈ പൂക്കളം ഇന്ന് രാവിലെ ഇവിടെ ഒരുക്കി, ഇന്നലെ രാത്രിയിൽ ഇവിടെ ഇരുന്ന് പൂക്കളെല്ലാം കട്ട് ചെയ്ത് ഇതെല്ലാം സജ്ജീകരിച്ച ഇവിടുത്തെ KCYL മെമ്പേഴ്സിനെയും വളരെ നന്ദിയോടെ ഓർക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.